എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഇപ്പോൾ മോണിറ്റേഷൻ എപ്പോ കിട്ടുന്നു? അപ്പൊ മോണിറ്റേഷൻ കിട്ടണമെങ്കിൽ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടും. ഇത് വീഡിയോ 7 മണിക്കാ. ഇത് ഓൾറെഡി വായിച്ചു. ഇപ്പോഴും അതും വായിച്ചു. അതിനുശേഷം അതും വായിച്ചു. അതിനുശേഷം എൻ്റെ ചാനൽ നോക്കണേന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ നോക്കാം ഞാനിപ്പോൾ. ഓക്കെ, നോക്കിയിട്ട് പറഞ്ഞുതരാം. ആരാണ്? ഷെഫിൻ വ്ളോഗിനാണ്. നോക്കാം. മര്യാദയ്ക്ക് വീഡിയോ ഇടാൻ പറയുമ്പോഴത്തേക്ക് മര്യാദയ്ക്ക് വീഡിയോ ഇടണം. ഈ പൊട്ടന്മാരെ പോലെ വീഡിയോ ഇടരുത്. എൻ്റെ ചാനൽ ചെക്ക് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ പറയാം. എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്യാമോ? ഞാനും നിങ്ങളെ പൊക്കി പറയാം. എന്നെ ചിരിപ്പിച്ച് കൊല്ലരുത്. കാരണം എന്താണെങ്കിൽ പൊക്കി അങ്ങനെ പൊക്കി പറയണമെന്ന് അറിഞ്ഞിട്ടില്ല. എന്നെ പൊക്കി പറയണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നെ കുറിച്ചിട്ട് നമ്മളെ ചാനലിനെ കുറിച്ചിട്ട് ഒരു നല്ല അടിപൊളി സൂപ്പർ വീഡിയോ ചെയ്തിട്ടുണ്ട് അവര്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങളുടെ ചാനൽ ഓൾറെഡി നല്ല അടിപൊളിയാണ്. ലോഗോ എന്ത് ഫാമിലി വ്ളോഗാണോ നിങ്ങൾ ചെയ്യുന്നത്? കുക്കിംഗ് ഉണ്ട്, പിന്നെ കുക്കിംഗ് ഉണ്ട്. വീഡിയോ ക്വാളിറ്റി കൂട്ടാ. വീഡിയോ ഇങ്ങനെ ക്വാളിറ്റി ഇല്ലാതെ വീഡിയോ ഇടരുത്. ഓക്കെ, വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാ. നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വീഡിയോ ഇടാം. ദി കുക്കിംഗ് വ്ളോഗ്. ചാനലിന്റെ പേരാണ് കുക്കിംഗ് വ്ളോഗാണ്. പക്ഷെ ക്വാളിറ്റി കൂട്ടാൻ ഞാൻ നല്ലൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഓക്കെ, എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വെയിറ്റ്. അതിനുശേഷം നിങ്ങളുടെ കമന്റ് വായിക്കുന്നതായിരിക്കും. ഉസ്താദ് വന്നിട്ടുണ്ട്. ഓക്കെ ഉസ്താദ്, ഹായ്. ഓക്കെ, ഞാൻ ചാനല് നെയിം എന്ത്? സൽക്കാരം. ഓക്കെ, സൽക്കാരം ഉസ്താദാണ് കേട്ടോ. ഇത് കാണുന്നുണ്ടോ നിങ്ങള്? കുക്കിംഗ് വീഡിയോക്ക് പറ്റിയ ഒരു ഇതാണ്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാനിത് ചാനലിൽ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ക്വാളിറ്റി കൂട്ടാൻ. ആമസോണിൽ ഓൾറെഡി കൊട കിട്ടും 150 റുപ്യക്ക്. കൊട മേടിക്കാം, ഹോൾഡറും ബൾബും മേടിക്കാം. എന്നിട്ട് ഒരു എന്തെങ്കിലും പൈപ്പിൽ വടിയിലായിട്ട് കുത്തി വെച്ചിട്ട് ആ ഹോൾഡർ ബൾബ് അതിലിട്ടിട്ട് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഹോൾഡറും ബൾബും മേടിച്ചാൽ ഫിക്സ് ചെയ്താൽ നിങ്ങൾക്കൊരു 200 റുപ്യ 300 റുപ്യ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ക്ലാരിറ്റി ഉള്ള ലൈറ്റ് കിട്ടും. എന്നിട്ട് ഈ കൊടയിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് മേടിക്കാം. പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് മേടിച്ചിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള നമ്മൾ ആമസോണിൽ നിന്ന് 1000-1500 റുപ്യ കൊടുക്കുന്ന ലൈറ്റിനെക്കാളും പവറുള്ള ലൈറ്റ് ഓൾറെഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കുറേ ചാനൽ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. താങ്ക് യു എല്ലാവർക്കും. മല്ലൂസ് ഗെയിമീസ് ബ്ലോഗ്. നിങ്ങളുടെ ഓൾറെഡി സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയില്ലേ? 50 സബ്സ്ക്രൈബർ ഇന്നലത്തെ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഇന്നലെ വിന്നറാണ്. 50 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഇന്ന് ഫുള്ള് തിരക്കായിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഫുള്ള് തിരക്കാ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മനസ്സിലായി? ഒരുപാട് സ്നേഹം ചേട്ടാ, താങ്ക് യു ബ്രോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സബ്സ്ക്രൈബർ കിട്ടി. ഇപ്പൊ ഞാൻ കണ്ടത് മെസ്സേജ് ചേട്ടാ. കണ്ടതല്ല, ഇവിടെ ഓൾറെഡി മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഇർഫ ജയ. ഓക്കെ, ഇർഫ ജയ ഹായ്. കണ്ടിട്ടുണ്ട് കേട്ടോ, മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഹായ് പറയുന്നുണ്ട്. ബ്ലോഗ് ആൻഡ് റൂംസ്. ഓക്കെ. അവർ ഇന്ന് എല്ലാ ലൈവിലും വരുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാരും എല്ലാ ലൈവിലും. ആരും ലൈക്ക് അടിച്ചിട്ടില്ല, അത് മറന്നുപോയി നിങ്ങൾ. ഓക്കെ, ആരും ലൈക്ക് അടിച്ചില്ല. ഞാൻ ഇപ്പൊ നോക്കിയത് ആകെ 7 ആൾക്കാരെ ലൈക്ക് അടിച്ചിട്ടുള്ളൂ. ലൈക്ക് അടിച്ചാൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. അൻസു വെബ് ഫാമിലി വ്ളോഗ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ ഞാൻ പ്രാവശ്യം മെസ്സേജ് ചെയ്തു, പക്ഷെ കമന്റ് വായിക്കുന്നില്ല. അങ്ങനെ ഒന്നും കേട്ടാ. നിങ്ങൾ കമന്റ് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. ഒരു പ്രാവശ്യം ഇട്ടിട്ട് ഇളക്കിയാൽ ഞാൻ നിങ്ങളുടെ കമന്റ് എന്തായാലും വായിച്ചിരിക്കും. കമന്റ് വായിക്കാതിരിക്കൂല. നിങ്ങൾ ആരും കമന്റും വായിക്കാതിരിക്കൂല. അത് ഒരു ടെൻഷനും വേണ്ട. ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കുറച്ച് ഡിലേ ആവും ചില സമയത്ത്. നിങ്ങളെ മെസ്സേജ് വരാൻ ഇവിടെ ഡിലേ ആവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മെസ്സേജ് ടോപ്പിൽ പോയിട്ട് രണ്ടാമത് അതിന്റെ താഴത്ത് വേറെ മെസ്സേജ് വരും. അപ്പൊ ഞാൻ ഓൾറെഡി അത് സ്ക്രോൾ ചെയ്തിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുകളിൽ ടോപ്പിലേക്കെല്ലാം പോയിട്ട് പിന്നെ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. 10 മില്യൺ. ഓക്കെ, താങ്ക് യു. ഒരാൾ മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, അതും കണ്ടിട്ടുണ്ട്. പിന്നെ RR വ്ളോഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു.
ഞാൻ വെറുതെ കമന്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ നോണ വരരുത് 50 സബ്സ്ക്രൈബർ കിട്ടിയിട്ടില്ല. ഇത് മറ്റേ എന്താ മറന്നുമല്ല. മറ്റേ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യേണ്ടത് അറിയോ? നിങ്ങളെ കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യണോ, അത് മാത്രം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വായിക്കാനും എളുപ്പമായിരിക്കും. ലാസ്റ്റ് കോഡ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈഡായി പോകും. അപ്പോൾ കോഡും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് എന്താണോ ആവശ്യം, നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയണോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാനുണ്ട്. എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് സബ്സ്ക്രൈബ് ഓൾറെഡി ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനത്തെ കോഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ ഒരാൾക്ക് കിട്ടും, ഒരാൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇപ്പം ഇത് ചെയ്യാത്തത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നമ്മൾ ഓൾറെഡി ചാനൽ സബ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആൾക്കാർ നമ്മളെ പഴയ ആൾക്കാർ തന്നെയാണുള്ളത്. പുതിയ ആൾക്കാർ ആരും വന്നിട്ടില്ല. പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിന് മുന്നേ ലൈവിൽ വരാതെ ഈ സമയത്ത് ലൈവിൽ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാർട്ടിന്റെ ഇത് ഇടാം കമന്റിൽ. അപ്പൊ നമുക്കൊന്ന് ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുവരെ മുന്നേ ലൈവില് കോഡ് ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ആ ഹാർട്ടല്ല, കമന്റിൽ അത് ഓൾറെഡി ഇട്ടോളൂ. ആ സൈഡിൽ കാണുന്ന ഇമോജി ഉണ്ടല്ലോ, അതെല്ലാം കുറച്ച് ടക്കടക്കാന്ന് ടൈപ്പ് ചെയ്ത് വിട്ടോളൂ. കുറച്ച് ഇരിക്കട്ടെ, വെറുതെ അവിടെ കിടക്കല്ല, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹായ് അമ്മാസ് വ്ളോഗ്, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം മെസ്സേജ് അയച്ച് കമന്റ് വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വേറെ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളെ മെസ്സേജ് ഹൈഡായിരുന്നായിരിക്കും. കാരണം എന്താ വെച്ചെങ്കിൽ ചില ആൾക്കാരുടെ മെസ്സേജ് അപ്പോൾ അങ്ങനെ ഹൈഡായിട്ട് കണ്ടില്ല, ഞാൻ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേറെ ലൈവിലേക്ക് കയറിയിട്ട് ജസ്റ്റ് തിരിച്ചു വരാം. എന്നിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ഇവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഓക്കെ, ആ സമയത്ത് 1K അടിച്ചു, താങ്ക് യു ഇക്കാന്ന്. അതെയാ, എപ്പോ ഇർഫ സയ എപ്പോ ഇന്നടിച്ചതാണോ 1K അടിച്ചത്? നിങ്ങൾ 1K അടിച്ചിട്ട് മാത്രം അവിടെ കുത്തിർന്നാല് യൂട്യൂബ് പൈസ തരത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റ് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാ, നല്ല വ്യൂസ് കൊണ്ടുവരാം. ഈ സബ്സ്ക്രൈബറിനെ നോക്കണ്ട, സബ്സ്ക്രൈബറിന് ആരും നോക്കാൻ പാടില്ല. വ്യൂസ് തീരെ കുറവാണല്ലോ. വ്യൂസ് നിങ്ങൾ ഒന്നാമത് തംബ്നെയില്, ശരിക്കും പറഞ്ഞാൽ തംബ്നെയില് നിങ്ങളെ ശരി അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. വീഡിയോ ഇട്ടത് ശരിയായിട്ടില്ല. ഒന്നാമത് ലാസ്റ്റ് വീഡിയോ ഇട്ടത് പോലും ശരിയായിട്ടില്ല. അങ്ങനല്ല, വീഡിയോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ നോക്കാം നിങ്ങൾ. ഓക്കെ, എന്ത് ഇർഫ സയ ഇതുവരെ വീഡിയോ ഇടാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. വീഡിയോ ഇടേണ്ടത് മൊബൈൽ ചെരിച്ച് പിടിച്ചിടുക. ഞാനിപ്പോൾ നാളെ ഉച്ചക്ക് ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ട് ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് രാത്രി വരും. നാളെ രാവിലെ ഉച്ചക്ക് 1 മണിക്ക് വരും. നിങ്ങളതൊന്ന് വാച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ലോഗോ ബാനർ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ഇട്ടവര് അവിടെ ഇരുന്നോട്ടെ, ഞാനിപ്പോൾ വായിച്ചുകൊണ്ട് വരാം കേട്ടോ. ടോപ്പിലത്തെ കമന്റ് വായിച്ചിട്ട് താഴോട്ടേക്ക് വരാം. ആരും വിഷമിക്കണ്ട. ചാനൽ കാണുന്നവരാണെന്ന് മനസ്സിലായി. 1.2 മില്യൺ വ്യൂസ് ഉണ്ട്, 2 hours ഉണ്ട്. സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ അല്ലേ. എന്തൊക്കെ ചേഞ്ച് ചെയ്തോ? ബാനർ ചേഞ്ച് ചെയ്താന്ന് തോന്നുന്നു. ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. വെറും ബോറായിരുന്നു ആ ബ്ലാക്ക്. ഇപ്പൊ നന്നായി, ഇപ്പൊ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് കേട്ടാ. വേറെ എന്താണ്, എന്റെ ലോഗോ ബാനർ നോക്കാം. നോക്കി കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്, ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്. മുന്നേറ്റത് അത്ര വലിയ പെർഫെക്റ്റ് ആയിരുന്നില്ല, എനിക്ക് അത്ര വലിയ പിടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളടുത്ത്. എനിക്കും 50 സബ്സ്ക്രൈബർ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ, തരാം, 50 അല്ല 100 തരാട്ടാ. ഞാൻ 100 സബ്സ്ക്രൈബർ തരാം നിങ്ങൾക്ക്. ഞാൻ എന്താ ചെയ്യാ പിന്നെ? പച്ച ആരോ ഇതുവരെ കാണുന്നില്ല. എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ചാനല് റെക്കമെൻഡേഷനിൽ പോയിട്ടുണ്ടാവില്ല. ഓക്കെ, യൂട്യൂബിന് നിങ്ങളുടെ ഓഡിയൻസ് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. യൂട്യൂബിന് നമ്മളെ ഓഡിയൻസ് മനസ്സിലായി കഴിഞ്ഞാൽ ഓഡിയൻസിലേക്ക് അയക്കുന്ന സമയത്ത്, 1 മിനിറ്റ് കാറ്റ് വരുന്നുണ്ട്, ഞാൻ ഒന്ന് ഡോർ എടുത്തോട്ടെ.
യൂട്യൂബിന് നിങ്ങളെ ഓഡിയൻസ് മനസ്സിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി അതൊക്കെ വരും. കുറച്ച് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം റെഡി ആവും. അങ്ങനെ അങ്ങനെ ആർക്കും ഓരോരാൾക്ക് ഓരോരോ ഇതൊന്നും ഇല്ല കേട്ടാ. വർക്ക് തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് വർക്ക്? വാച്ചിങ് ഓവേഴ്സിന്റെ വർക്കാണോ? അത് ഓൾറെഡി വീഡിയോ ഇടണം കേട്ടോ. വീഡിയോ ഇട്ടിട്ട് ആരും വീഡിയോ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തുടങ്ങാത്തതാണ്. ഞാൻ എപ്പോഴേ റെഡി. നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് എനിക്കും 1K സബ്സ്ക്രൈബർ കിട്ടി. താങ്ക് യു. 1000 സബ്സ്ക്രൈബർ എന്ന് കിട്ടിയോ? 1000 സബ്സ്ക്രൈബർ കിട്ടാൻ സാധ്യതയില്ല. ഒരു 500 എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. കുറെ ആൾക്കാർ മുന്നേ 300-400 എല്ലാം കിട്ടിയവർ ഓൾറെഡി 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ, ഒരു മാസം കൊണ്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് അതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവര് ചാനൽ ഇടുന്ന സമയത്ത് അവരെ ചാനലിന്റെ അടിയിൽ പോയിട്ട്, വീഡിയോന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇട്ടാൽ മാത്രം മതി. വേറെ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇങ്ങനെ മറ്റേ എല്ലാവരും പോയല്ലോ അതെന്തൊറ്റി ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയുന്നത് വേറെ ഒന്നല്ല, നിങ്ങളെ ചാനലിനെ കുറിച്ചിട്ടാണ്. വേറെന്തോ ബ്രോ എൻ്റെ കമന്റ് നോക്ക് എന്ന് പറയുന്നുണ്ട്. എന്താണ് കമന്റ്? ചിലപ്പോൾ ഞാൻ കമന്റ് ചിലപ്പോൾ മുകളിൽ പോയി കാണും, സോറി. ഇപ്പോ വായിക്കട്ടാ കമന്റ്. നിങ്ങളുടെ ഓൾറെഡി 178 സബ്സ്ക്രൈബർ എപ്പോ ഞാൻ ഉണ്ടായിട്ടില്ലല്ലോ അത്ര. ടീം SK744 അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ടീം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചാനൽ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ സൂപ്പർ ആയിട്ടുണ്ട്, കാണാനൊക്കെ നല്ല ടോപ്പ് ആയിട്ടുണ്ട്. ലോഗോ അടിപൊളിയായിട്ടുണ്ട്. ലോഗോ നിങ്ങളെ വീഡിയോയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് ആ ലോഗോ ഇട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങളെ വീഡിയോയിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ. ആരാണോ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങളിപ്പോ 2 ആൾക്കാരുണ്ടല്ലേ, 2 ആൾക്കാരുടെ ലോഗോ ആണെങ്കിലും കുറച്ച് നല്ലതായിരുന്നു. നിങ്ങൾ ഓൾറെഡി കോംബോ ആയിട്ടല്ലേ ചെയ്യുന്നുള്ള വീഡിയോസ്. അപ്പൊ 2 പേരുടെയും ലോഗോ ആയിട്ടിട്ടാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ബാനർ സെറ്റ് ചെയ്തിട്ടില്ല, ചാനല് കസ്റ്റം ചെയ്തിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കുക ഒരു കാര്യം. ടീം SK7447 കസ്റ്റം ചെയ്തിട്ടില്ല ചാനല്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ തംബ്നെയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചാനൽ എങ്ങനെ കസ്റ്റം ചെയ്യാന്ന്. അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാം ഫുള്ള് സെറ്റ് ചെയ്യാട്ടാ. അത് സെറ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് വ്യൂസ് വരാൻ വളരെ കുറവാണ്. പിന്നെ 6 വ്ളോഗ് ഓൾറെഡി എന്തോ പറയുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. വാച്ച് ഓവർ എന്താ ഒന്നും പറയോ? വാച്ച് ഓവേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. വാച്ചിങ് ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച്, നിങ്ങൾ വീഡിയോ ഉണ്ടോ, 10 വീഡിയോസ് ഉണ്ടോ, അരമണിക്കൂറുള്ള വീഡിയോസ് ഉണ്ടോ, ആരെങ്കിലും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ പുറത്തായി ഗ്രൂപ്പിൽ നിന്ന്. അപ്പൊ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞിട്ട് വരുന്നത്. പക്ഷെ നിങ്ങളാണെങ്കിലും കമന്റിൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് കേട്ടാ. വേറെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഓൾറെഡി വരാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എല്ലാവരും പോയതായിരിക്കും. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കൂ. ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്, അതിന് ശേഷം നിങ്ങളുടെ കമന്റ് വായിക്കട്ടാ. ആര്? ബുച്ചൂസ് ഓക്കെ, വലിയൊരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാനത് വായിക്കാം ഒരു മിനിറ്റ്. ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരട്ടെ. ചാനൽ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഞങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ നിങ്ങളെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാല് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുള്ള് വോയിസ് കേൾക്കാൻ പറ്റത്തില്ല. നോക്കട്ടെ, ആകെ 1 സെക്കൻഡുള്ള വീഡിയോസ് എന്താന്നല്ലേ, ഒന്നും ഇല്ലല്ലോ വീഡിയോയില്. എന്താണ് ദോഷം എന്തെന്നെയാ? സിസ്റ്ററെ, ഇത് വീഡിയോ ഇട്ടത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടാ. വീട്ടിലെ ഫുഡ് കൊണ്ട് ഒരു മാസം 10 കിലോ കുറക്കാം. ഓക്കെ, പക്ഷെ ഈ ലാസ്റ്റ് ഇട്ട ഇതെന്താന്ന്, നിങ്ങളുടെ ചാനലിന്റെ പേരാണോ ഇട്ടത്? അത് അവിടെ ഇടാൻ പാടില്ല കേട്ടോ. ആ പേര് നിങ്ങൾ ആദ്യം ഇട്ടില്ലേ, അതന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലാക്കിയിട്ട് ഇടാം. പക്ഷെ വീഡിയോ ഇട്ടത് കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ലെങ്ത് കുറവാണ്. എത്ര ലെങ്ത് ഉള്ളൂ? 1 എത്ര ലെങ്തേ ഉള്ളൂ, 1 മിനിറ്റ് എന്തേ ഉള്ളൂ. പക്ഷെ വീഡിയോ ഇട്ടത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾ ആദ്യം കാണിക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ല ഇൻട്രോ, നല്ലൊരു ആൾക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ചിലപ്പോൾ പറയുമല്ലോ വീഡിയോസിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, നിങ്ങൾ ഇത് കണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് പെട്ടെന്ന് ഷട്ടപ്പെട്ടാക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങളെ പിടിച്ചിരുത്താനുള്ളൊരു ഇത് ഞാനൊരു ഹുക്ക് ഇടുന്നു. ഹുക്ക് എന്ന് പറഞ്ഞാൽ ഒരു മീനിടാൻ കാളം ഇടുന്നെന്ന് പറയുന്നില്ലേ, അതുപോലെ. അപ്പൊ നിങ്ങൾ ചിലപ്പോ ആ വീഡിയോ ഫുള്ള് കാണാതെ പോവാൻ സാധ്യതയില്ല.
നിങ്ങൾ ആ ഫുള്ള് വീഡിയോ കാണുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പൊ ആ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ് എടുത്ത പാടന്നെ നമ്മൾ തെങ്ങും മരവും മാങ്ങവും ചക്കയെല്ലാം കാണിക്കാണ്ട് നമ്മൾ ശരിക്ക് വീഡിയോ ഓപ്പൺ ആക്കാൻ അവര് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സഡൻലി നമുക്ക് എന്തെങ്കിലും നല്ല കാണാനുള്ള ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ വോയിസ് എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഫുള്ള് കാണാൻ അവർ നിർബന്ധിതരാണ്. ഓക്കെ, ഇപ്പോൾ അതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ എങ്ങനെയായാലും മുന്നോട്ട് പോകും. അപ്പൊ അത് ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ നെയിം മാറ്റിയത്. വ്യൂസ് കൂടാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം മാറ്റിയത്. ഏത് വീഡിയോ കണ്ടിട്ടാണ്? മറ്റേ ഇത് ഓക്കെ മില്യൻ്റെ അത് വീഡിയോ മാറ്റിയതൊക്കെ, പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ല. അതാണ് സംഭവം. ഞാൻ ഇങ്ങനെയാണോ വീഡിയോ ഇതാക്കിയിട്ട് പറഞ്ഞത്? ഇതിപ്പോ നിങ്ങൾ എന്താന്ന് വെച്ചാല് അതില് സ്പേസ് ഇല്ല, 6.5K സബ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ആ ഇതുണ്ടല്ലോ നിങ്ങളെ ചാനലിന്റെ സ്ഥലത്ത് 2-3 സ്പേസ് ഇടണം. അതിന് ശേഷം വേണം അത് ഇടാൻ കേട്ടാ. അപ്പൊ സബ് എന്ന് മാത്രം കൊടുത്താൽ പോരാ. അവിടെ വ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വ്യൂസ് ഒന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സബ്സ്ക്രൈബർ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സബ്സ്ക്രൈബർ എന്നുള്ളത് ഫുള്ള് വേണം. പിന്നെ അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു 10 മില്യൺ വ്യൂസ്, ഞാൻ ഓൾറെഡി ഉസ്താദിന്റെ ഒരു ചാനൽ ഇട്ടുതരാട്ടാ. ഈ ചാനൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉസ്താദ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ലിങ്ക് ഇട്ടുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ചാനലൊന്ന് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി കേട്ടാ. ഒരു മിനിറ്റ്, ജസ്റ്റ് വെയിറ്റ്. അതിന് ശേഷം നിങ്ങളെ കമന്റ് വായിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ചാനൽ ഒന്ന് നിങ്ങൾ ആരെങ്കിലും കയറി നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കയറി നോക്കാട്ടാ. ആർക്ക് വേണമെങ്കിൽ കയറി നോക്കാം. അതിൽ കുറെ പഠിക്കാനുണ്ട്. ഉസ്താദ് ഇട്ട തംബ്നെയില്, ടൈറ്റില്, അതിന്റെ കാര്യങ്ങള്, പിന്നെ ടൈറ്റിലെല്ലാം ഒരു രക്ഷയില്ല, തംബ്നെയിലെല്ലാം ഒരു രക്ഷയില്ല. അതുപോലത്തെ തംബ്നെയിലാണ്. ലോഗോ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലത്തെ പേര്, ആ പേര് കറക്റ്റായിട്ട് ഓൾറെഡി പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങൾക്ക് ചെയ്യണം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. ഉസ്താദിന്റെ ചാനൽ ഇപ്പൊ നല്ല ഗ്രോത്ത് ഉണ്ട്. ഓൾറെഡി ഞാൻ കള് പറയുന്നല്ല, ഓൾറെഡി ഉസ്താദ് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഇത് നിങ്ങൾ ആരെന്ന് പറഞ്ഞാൽ എന്ത് ബുച്ചൂസ് ലൈഫ് ഓൾറെഡി അത് കണ്ടിട്ട് ഒന്ന് അതേപോലെ ചെയ്യാട്ടാ. പിന്നെ ഉസ്താദ് ചോദിക്കുന്നുണ്ടല്ല, എൻ്റെ സബും വാച്ചിങ് ഓവറും ഫുള്ളായി. വാച്ചിങ് ഓവേഴ്സും ഫുള്ളായാ? വാച്ചിങ് അവറും ഫുൾ ആയി. വാച്ചിങ് ഓവറും ഫുള്ളായാ? എന്നാ അടിപൊളിയാണല്ലോ. വാച്ചിങ് ഓവർ ഫുള്ളായി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ നോക്കിയിട്ടില്ല ചാനല്, പക്ഷെ ഏതോ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടാവല്ലോ. എന്നാ മോണിറ്റേഷൻ കിട്ടുക. ഓക്കെ, താങ്ക് യു. നല്ല കാര്യമാണ്. അത് ഞാൻ ഇപ്പൊ അറിഞ്ഞേട്ടാ. ഞാൻ ഓൾറെഡി ലിങ്ക് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കെല്ലാം മോട്ടിവേഷൻ ആണ്. ഓൾറെഡി നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി ചെക്ക് ചെയ്യട്ടാ. ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ട് ഉസ്താദിന്റെ ചാനൽ. തമിഴിലൊന്നും ഒരു രക്ഷയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതായിരുന്നു. എനിക്ക് 2 ദിവസം മുന്നേ പച്ച ആരോ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. അതെന്തൊറ്റി? അതൊരു കാര്യം ചെയ്യാം. നിങ്ങൾ അതിന് വേറെന്താ, പ്ലേ സ്റ്റോറിൽ പോയി യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യാം, കറക്റ്റ് ആവും കേട്ടാ, കുഴപ്പമൊന്നുമില്ല. ബ്രോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം എങ്ങനെ ഇടാനാ ബ്രോ? വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ടൈം, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിങ്ങളെ കോമഡി വീഡിയോസ് അല്ലേ? നിങ്ങളെ കോമഡി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നല്ല ടൈം രാവിലെ, ഒന്നെങ്കിൽ രാവിലെ 10 മണിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം 5 മണി 6 മണിന്റെ ഇടയിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ടൈം. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതേ ടൈമിന് നിങ്ങൾ ആ ഏതെങ്കിലും ഒരു ടൈമിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കാം.
ഏയിലാണോ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് വരുന്നത് ആ ടൈം നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ടൈം മാത്രം മൈൻഡിൽ വെച്ചിട്ട് അത് എപ്പോ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് വാച്ചിങ് ഹവേഴ്സ്, ഇപ്പൊ 5, 6, 7, 10 എത്രയാണ് ഉദ്ദേശിക്കുന്നത് അത്ര വാച്ചിങ് ഹവേഴ്സ് നിങ്ങൾക്ക് വ്യൂസ് എത്ര വന്ന് അതിന് ആ കൂടുതൽ ടൈം നോക്കിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഇട്ടാൽ മതി കേട്ടോ. ഇത് മംഗ്ലീഷ് ആണ്, മൈ ഡ്രീംസ് മംഗ്ലീഷ് ആണ് ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് വായിക്കാൻ. ഒന്ന് നോക്കട്ടെ. എനിക്ക് ലൈവ് ഇടാൻ പറ്റുന്ന ഒന്ന് സബ് കാണാൻ തമിഴ് ചാനൽ എന്ത് കൊണ്ടാണോ തോന്നുന്നു, തമിഴ് ചാനൽ കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കു ലൈവിൽ വന്നിട്ടു സബൊന്നും വരാറില്ല. കാരണം തമിഴ് അങ്ങനൊന്നുമില്ല കേട്ടാ, അങ്ങനൊന്നുമില്ല. തമിഴ് ചാനലാ, കന്നഡ ചാനലാ, ഹിന്ദി ചാനൽ, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഓൾറെഡി സബ് വരും. പക്ഷെ വീഡിയോ അവർക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ കാണത്തില്ല. അങ്ങനൊന്നും പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ ഞാൻ. അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ലിങ്ക് ഇടാം. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കാം. ഒന്ന് അതിന്റെ താഴത്തൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ വേറെ ചാനലിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇടാം. നിങ്ങളെ ചാനൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ വേറെ ചാനൽ വരുന്ന സമയത്ത് അവരുടെ ചാനലിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇട്ടാൽ ഓൾറെഡി സബ് വരും. 100% ഗ്യാരണ്ടിയാണ്. ഓൾറെഡി ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് ഓൾറെഡി അങ്ങനെയുള്ള വരാറുണ്ട്. ഓൾറെഡി ഞാൻ അതിനെ റീപ്ലൈ തന്നു. ബ്രോ, പല ചാനലും തപ്പി വ്യൂസ് സബ്സ്ക്രൈബർ കൂട്ടാനുള്ള വഴി അന്വേഷിച്ചു വന്നതാ ഞാൻ. അതെന്താണ്? എന്ത് മണിയും കലന്ത്രും മക്കളും. ഓക്കെ, മണിയും മക്കളും. ഓക്കെ. ഇത് മുന്നേ വന്നിനല്ലേ ബ്രോ? നിങ്ങൾ ചാനൽ ഓൾറെഡി മുമ്പ് വന്നിന്, ഞാൻ ഓൾറെഡി നോക്കിയതാന്ന് തോന്നല്ലോ. ചാനൽ തപ്പി ബ്രോ, പല ചാനലും തപ്പി വ്യൂസും സബ്സ്ക്രൈബർ കൂട്ടാനുള്ള വഴി അന്വേഷിച്ചു വന്നതാണ് ഞാൻ. ഓക്കെ, മനസ്സിലായി. ലാസ്റ്റ് വരെ 50 സബ്സ്ക്രൈബർ ഫ്രീ ഉണ്ട്. വിന്നർ ആവുന്ന എൻ്റെ എല്ലാ ലൈവിൽ വരുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബർ കൂട്ടാനുള്ള വഴി, വ്യൂസ് വാച്ചിങ് ഹവേഴ്സ് കൂട്ടാനുള്ള വഴി ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിനും പ്രശ്നമില്ല. ഫ്രീ ആയിട്ട് ഒരു പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ ഓൾറെഡി ജോയിൻ ചെയ്തോളൂ. വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോങ് വീഡിയോ 10 വീഡിയോ, അരമണിക്കൂറുള്ള വീഡിയോ 10 വീഡിയോ വേണം. ഓക്കെ, അത് മാത്രമേ കണ്ടീഷനുള്ളൂ. വേറൊരു കണ്ടീഷനുള്ള നിങ്ങളെ വീഡിയോസ് ആകെ 3 സെക്കൻഡ്, 12 സെക്കൻഡ്, ആകെ 1 മിനിറ്റ് ഫുൾ ഇല്ലല്ലോ. അതിൽ വാച്ചിങ് ഹവേഴ്സ് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് വാച്ചിങ് ഹവേഴ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് കുറച്ച് ഒരു 2-3 കമന്റ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് അങ്ങനെ കസ്റ്റം ചെയ്യണേന്ന്, എങ്ങനെ കസ്റ്റം ചെയ്യണേന്നാ? ഞാൻ ചെയ്യണോ? ഞാൻ കസ്റ്റം ചെയ്യത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ വേറെ മൊബൈൽ ഉണ്ടാവില്ലേ, വേറെ മൊബൈലിൽ നോക്കാം. അതേപോലെ നിങ്ങൾ ചെയ്യാം. അതിന്റെ ഹാഷ്ടാഗ്, കീവേഡ്സാ, എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനോ എന്തെങ്കിലും ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇടാൻ അറിയുന്നില്ല, അത്രമേൽ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം, ഞാൻ അയച്ചു തരാം. ആ ഒരു കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് നോക്കിയാൽ ഓൾറെഡി അത് സെറ്റ് ചെയ്താൽ മതി. ഞാൻ അയച്ചുതരാം, കുഴപ്പമില്ല. ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അത് ഓൾറെഡി വായിച്ച് ബ്രോ പറഞ്ഞ ഓക്കെ, ഞാൻ മമ്മിയും അത് വായിച്ചു. അതിനുശേഷം കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ വായിക്കും. ഒരു മിനിറ്റ്, ഓരോരു ഇത് വായിച്ചുകൊണ്ട് വരികയാണ്. അത് വായിച്ച് സോറി ഫോർ ലേറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. എല്ലാവരും ഓരോരു തിരക്കിലുണ്ടാവുമല്ലോ, അത് കുഴപ്പമില്ല. എന്താണ് മെസ്സേജ് ഡിലീറ്റ് ചെയ്തത്? ഓൾറെഡി ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്ന സമയത്താണ് മെസ്സേജ് ഹൈഡായി പോകുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഞങ്ങൾക്ക് വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ചോദിക്കാട്ടാ. അപ്പം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലൈവ് വന്നിട്ട് സബ് ഒന്നും വരുന്നില്ല, കാരണം തമിഴ് ചാനൽ ആയതുകൊണ്ട്. അത് ഓൾറെഡി വായിച്ചല്ലോ ഞാൻ. പിന്നെ അത് വായിച്ചതാണോ അല്ല റിപ്പീറ്റ് ആയിട്ട് അയച്ചതാണോ അല്ല വേറെ അയച്ചതാണോ മനസ്സിലായില്ല. അത് ഓൾറെഡി വായിച്ചു. എൻ്റെ ചാനൽ ഒന്ന് നോക്കുമോ ബ്രോ? എന്താണ് കട്ട് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ? നോക്കാലോ, ഒരു മിനിറ്റ്. വേറെ അതിൻ്റെ ഇടയ്ക്കുന്ന ഒരു മെസ്സേജ് മുങ്ങിപ്പോയിന്. ലാസ്റ്റ് എന്നെ കംപ്ലൈന്റ് പറയരുത്, എന്നെ അല്ലെങ്കിൽ ചെയ്ത. ബ്രോ, വാച്ചിങ് ഹവേഴ്സ് ശോകം. വാച്ചിങ് ഹവേഴ്സ് ശോകം വീഡിയോ ഉണ്ടാവത്തില്ല, അതാണ് സംഭവം. ലോങ് വീഡിയോക്ക് മാത്രമേ വാച്ചിങ് ഹവേഴ്സ് കിട്ടത്തുള്ളൂ.
എല്ലാവരും ഭയങ്കര പ്രോബ്ലം എന്താ വെച്ചാൽ ലോങ് വീഡിയോ ഇടത്തില്ല. ലോങ് വീഡിയോ ഇടാണ്ട് അരമണിക്കൂറുള്ള വീഡിയോസ് ഒന്ന് ഇട്ടിട്ടുണ്ട്, 11 അരമണിക്കൂറുള്ള വീഡിയോ 2 ഉണ്ട്. വ്യൂസ് ഉണ്ടല്ലോ നല്ല 235 വ്യൂസ് ധാരാളമാണ്. വാച്ചിങ് അവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ധാരാളമാണ്. പക്ഷെ നിങ്ങളെ വീഡിയോ ചിലപ്പോൾ ഫുള്ളായിട്ട് കാണുന്നുണ്ടാവില്ല ആൾക്കാർ. ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ട് നിങ്ങൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര വ്യൂസ് കിട്ടത്തില്ല. പക്ഷേ നിങ്ങളെ വീഡിയോ പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് പോകുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്ത് വീഡിയോസ് ആണ് നിങ്ങൾ ഫാമിലി വ്ളോഗാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോസ് പ്ലേ ചെയ്താൽ കോപ്പിറൈറ്റ് കിട്ടും. നമുക്ക് എന്താണ് സംസാരം കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ വീഡിയോ തംബ്നെയിലെല്ലാം നല്ല അടിപൊളി ഉഷാറായിട്ട് തംബ്നെയിലെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ 9 വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. 9 വർഷം മുമ്പേ തുടങ്ങിയ ചാനലാണ്. പക്ഷെ നിങ്ങൾ ആ 9 വർഷം തുടങ്ങിയ ചാനലില് ആകെ 100 വീഡിയോ വേണ്ടത്, ആകെ 100 വീഡിയോ അല്ലേ ഉള്ളൂ. 9 വർഷം മുമ്പ് തുടങ്ങിയ ചാനലിൽ മിനിമം ഒരു 2000 വീഡിയോ എങ്കിലും വേണം. ഒരു 2000 വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മോണിറ്റേഷൻ കിട്ടിയിട്ട് നിങ്ങൾ സുഖമായിട്ട് ഒരു 50,000 രൂപയെങ്കിലും സമ്പാദിക്കുന്നുണ്ടാക്കി. പക്ഷെ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും അതിന്റെ ഹാഷ്ടാഗ് കീവേഡ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി പ്രോപ്പറായിട്ട് ചെയ്ത പോലെയാണ് കാണുന്നുള്ളത്. പക്ഷെ വ്യൂസും ഉണ്ട്, അതെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സംഭവം എന്നിട്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗ് കീവേഡ്സ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, വേറെന്താന്ന് ആരോ ഒരു മിനിറ്റ്, വേറെ കമന്റ് മുങ്ങിപ്പോയെന്നറിയില്ല, അതിന് വയ്യ ലാസ്റ്റ് ഇത് പറയരുത്. ലൈവ് അത് ഞാൻ വായിച്ചു. ഹായ്, ഞാൻ എല്ലാവരും കമന്റ് ഒന്ന് വായിച്ചിട്ടായിട്ട് ഞാൻ കോഡ് തരാട്ടെ നിങ്ങൾക്ക്. ഹായ്, ഞാൻ ഇപ്പം ഒരു ജസ്റ്റ് കമന്റ് ഇടരുത്. നെക്സ്റ്റ് ഞാൻ കമന്റ് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ മതി, അല്ലാണ്ട് കമന്റ് നോക്കിയിട്ട് ആകെ അൽക്കുത്തായിട്ടുണ്ട്. ഹായ്, ഞാൻ ഈ ലൈവിൽ ന്യൂ ആണ്. താങ്ക് യു. ന്യൂ ആണെങ്കിൽ അറിയാൻ തുടങ്ങുന്നുണ്ട്. വേറെ ഏതോ ചാനൽ മുങ്ങിപ്പോയി എൻ്റെ ഗ്രൂപ്പിലൊക്കെ, അത് ഞാൻ വായിച്ചു. അതിനുശേഷം വേറെന്താ വായിക്കാൻ വിട്ടുപോയി? എന്താന്ന് ഉസ്താദിന്റെ കമന്റ് വായിച്ചു. ആരെങ്കിലും കമന്റ് ഞാൻ തപ്പിയെടുക്കുകയാണ്. നിങ്ങൾ കമന്റ് ഒക്കെ വയ്യ പരാതി പറയുന്നത്. ഞാൻ ലൈവിൽ ന്യൂ ആണ്. ഓക്കെ, താങ്ക് യു. ഞാൻ നോക്കണ ഇത് എന്താന്ന് പേര്, ഹാപ്പി ലൈഫ് വിത്ത് അമ്മു. നല്ല സൂപ്പർ പേരാണല്ലോ ചാനലിന്റെ പേര് അടിപൊളിയാണ് കേട്ടാ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാണെന്ന് നോക്കട്ടെ. ബാനർ ഇല്ല മെയിനായിട്ട്. പിന്നെ വീഡിയോസ് ഇട്ടതൊന്നും ശരിയായിട്ടില്ല കേട്ടാ. ഒരു വീഡിയോ പോലും കൊള്ളത്തില്ല. വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾ ഷോർട്ട് വീഡിയോ പോലെ 2 സൈഡ് ബ്ലാക്ക് ആയിട്ട് ഫുൾ അങ്ങനെ കാണുന്നുണ്ട്. വീഡിയോ ഒന്നും ഇട്ടത് പോലും ശരിയായിട്ടില്ല. ഒരു വീഡിയോ പോലും ശരിയായിട്ടില്ല. തംബ്നെയിൽ അടിപൊളിയാണ്, ടൈറ്റിൽ ഉഷാറാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ വീഡിയോ ഇട്ടത് മാത്രം ഫോൾട്ടാണ്. വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ വ്യൂസ് ആകെ 190 വ്യൂസ്, 191, രണ്ടിനും ഒരേ വ്യൂസ്. എങ്ങനെ വന്നേ? 24 വ്യൂസ്. ആ വ്യൂസ് വരാത്തതിന്റെ കാരണം നിങ്ങളെ വീഡിയോ കാണാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ എങ്ങനെ കാണുക? വീഡിയോ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളെ വ്യൂസ് വരാത്തതും ഇത് വരാത്തത്, വാച്ചിങ് അവേഴ്സ് കൂടാത്തത്. നിങ്ങൾ വീഡിയോ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെരിച്ച് പിടിച്ച് വീഡിയോ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കറക്റ്റായിട്ട് ചെയ്യുക. ഇനി ആ വീഡിയോസ് ഓൾറെഡി നിങ്ങൾ അങ്ങനെ ചെയ്ത് വിചാരിച്ച് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓൾറെഡി വീഡിയോ അങ്ങനെ ഇരുന്നോട്ട്. നിങ്ങളെ വീഡിയോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആൾക്കാരെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ചാനലിലേക്ക് പോകും. അതാണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ ചാനലിൽ. ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ട് ബാനർ ഇട്ടിട്ടില്ല. കസ്റ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ എൻ്റെ അടുത്ത്. ഞാൻ ഓൾറെഡി അതിൻ്റെ എന്തെങ്കിലും ഹാഷ്ടാഗ് ഫുള്ള് ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ചാനൽ ചെക്ക് ചെയ്യാമോ എന്ന് വേറൊരാൾ ചോദിച്ചിട്ടുണ്ട്, നോക്കാം. ഹായ്, ഞാൻ ഈ ലൈവിൽ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഓൾറെഡി ഞാൻ അതിന് റീപ്ലൈ തന്നു. പിന്നെ ഞാനാണത്. ഓക്കെ, ചാനൽ ചെക്ക് ചെയ്യാമോ? ആര്? 5 സ്റ്റാർ ചിക്കൻ കറിയാ? 5 സ്റ്റാർ ഓക്കെ, മിക്സ്ഡ്. ചാനല് നോക്കട്ടെ, ചാനൽ ചെക്ക് ചെയ്യാം. എന്താണ് തെറ്റിട്ടുള്ളത്? ലോഗോ, ആകാശത്തിന്റെ ലോഗോ ഇട്ടിട്ടുണ്ട്, ബാനർ ഇല്ല, ഒരു കാര്യങ്ങളെ വീഡിയോ എല്ലാം കോപ്പിറൈറ്റ്, ഫുള്ള് കോപ്പിറൈറ്റ് വീഡിയോസ് ആണല്ലേ. ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എല്ലാം കോപ്പിറൈറ്റ് വീഡിയോസ്. ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ചാനലേ അവിടെ കാണത്തില്ല.
കുറെ കോപ്പിറൈറ്റ് വീഡിയോസ് ഇടുന്നത്, അങ്ങനെ ഇടരുത്. 1555K സബ്സ്ക്രൈബർ, 1555K സബ്സ്ക്രൈബർ ഉണ്ട്. ചുമ്മാ ഇല്ലാണ്ട് വീഡിയോ ഇത് കളയരുത്, ചാനൽ കളയരുത്. മോണിറ്റേഷൻ കിട്ടാതെ വെറുതെ ഇല്ലാണ്ട് ഇത്രയുള്ള കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് ഫുള്ള് കോപ്പിറൈറ്റ് വീഡിയോസ് ആണ് ഉള്ളത്. കോപ്പിറൈറ്റ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ കോപ്പിറൈറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ അതിനായിട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളെ ചാനൽ കറക്റ്റായിട്ട് കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോപ്പിറൈറ്റ് വീഡിയോ ഓക്കെ എന്ന് പറയുന്നുണ്ട്, താങ്ക് യു. അതിനുശേഷം ചാനൽ ചെക്ക് ചെയ്യുമോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പുതിയ ചാനൽ മറ്റേ ചാനൽ ഇതാ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് നെയിം ഓൾറെഡി ചാനൽ അടിച്ചു പോയതാണ്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ട് അവർക്ക് അറിയില്ലായിരുന്നു. ഓൾറെഡി എത്ര 300 സബ്സ്ക്രൈബർ ഉണ്ടായത്. 300 സബ്സ്ക്രൈബർ ആയതിനു ശേഷം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ട് ആ ചാനൽ അടിച്ചുപോയി. ഇപ്പൊ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ലോഗോ അല്ലാതെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എത്ര സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്? ഇപ്പൊ 26 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഓൾറെഡി വിന്നർ ആയിരുന്നല്ലോ ആ സബ്സ്ക്രൈബർ, 50 സബ്സ്ക്രൈബർ കൊടുത്തത് പോയി. കിട്ടിയിട്ടുണ്ടായിരുന്ന തോന്നുന്നു. ഇപ്പൊ എത്ര വീഡിയോ ഇട്ടിട്ടുള്ളത്? 10 വീഡിയോ ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. 10 വീഡിയോയിൽ 226 സബ്സ്ക്രൈബർ വന്നത് നല്ല സബ്സ്ക്രൈബർ ആണ്, കുഴപ്പമൊന്നുമില്ല. മാക്സിമം പോസ്റ്റ് ഇടാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ മാക്സിമം പോസ്റ്റ് ഇടാം. എന്നിട്ട് വീഡിയോന്റെ ലിങ്ക് കൊടുക്കുക. പിന്നെ കുട്ടികളെ വീഡിയോസ് തന്നെ ചെയ്യരുത്. കുട്ടികളെ വീഡിയോസ് ഇട്ടിട്ടാണ് തോന്നുന്നു കോപ്പിറൈറ്റ് കിട്ടിയത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ആര്? ഇറ്റ്സ് മീ നിശ. ഓക്കെ, ഞാൻ ഇപ്പൊ കമന്റ് വായിച്ചത് നിങ്ങളാണ്. റിലേറ്റീവ് വീഡിയോ എങ്ങനെ ഓൺ ചെയ്യാം? റിലേറ്റീവ് വീഡിയോ ഓൺ ചെയ്യേണ്ടത് ഓൾറെഡി എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോവുക. വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് കണ്ടന്റിൽ പോവുക. കണ്ടന്റിൽ പോയതിനു ശേഷം അവിടെ ടോപ്പിൽ പെൻസിലിൻ്റെ ഐക്കൺ കാണും. ആ പെൻസിലിൻ്റെ ഐക്കൺ കാണുന്ന സമയത്ത് എഡിറ്റ് ഓപ്ഷൻ വരുമല്ലോ, അതിൻ്റെ താഴത്ത് ഒരു 3 സ്റ്റെപ്പ് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റിലേറ്റഡ് വീഡിയോസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വീഡിയോ ആണോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ വീഡിയോ ഓൾറെഡി യൂസുഫ് ക ഹായ് ഹായ് ഹായ്, അവിടെ ഓൾറെഡി നിങ്ങളെ വീഡിയോ സെലക്ട് ചെയ്താൽ മതി കേട്ടാ. യൂസുഫ് ക ഹായ് നേരത്തെ ഞാൻ കണ്ടു, അപ്പൊ ഞാൻ വായിക്കുന്ന സമയത്ത് വേറെ കമന്റ് വായിച്ചിട്ട് അങ്ങനെ പോയി. ഓക്കെ, അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. നിങ്ങൾ ഓൾറെഡി കമന്റ് കണ്ടു. പിന്നെ കമന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ ഫുള്ളായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇത് തരാം കേട്ടോ, നിങ്ങൾക്ക് കോഡ് തരാം 50 സബ്സ്ക്രൈബറിന്റെ. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ആ ലൈക്ക് അടിക്കാത്തവർ മറന്നുപോയിട്ടുണ്ടാവർ ലൈക്ക് അടിക്കട്ടാ. തന്നെങ്കിൽ അങ്ങനെ ഇടുന്ന ബ്രോ പ്ലീസ് പറയുമോ? തംബ്നെയിലിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ചാനലില്ല, എൻ്റെ ചാനലില് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒന്നും കാണാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഈ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോസ് വരൂലേ, എൻ്റെ വീഡിയോസ് എടുത്ത് പ്ലേ ചെയ്തതിന് ശേഷം അതിന്റെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടാ. ആ വീഡിയോസ് ഇല്ലേ, ഈ വീഡിയോസിന്റെ ഇവിടെ ഇത് വരുത്തില്ലേ ലോഗോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോപ്പിൽ എൻ്റെ ഫുള്ള് വീഡിയോസ് വരും. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ വീഡിയോ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കാണുക. എന്നാൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോ വരുന്നുണ്ട്, കണ്ടന്റിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട്. അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. 3 മാസം കൊണ്ട് വരെ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. വേറെ ഹായ് പറഞ്ഞിട്ട് ഹായ് JS വീഡിയോ ഇപ്പോഴാണോ വന്നത്? ഓക്കെ ലേറ്റ് ആയി കേട്ടാ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുന്നുണ്ട്. കട്ട് ചെയ്ത് എന്നെ പറയുമ്പോൾ തരുമോ? കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയാമോ? ഇത് നേരത്തെ ഞാൻ ചെക്ക് ചെയ്ത ചാനലല്ലേ, പിന്നെ മെസ്സേജ് ഇട്ടതാണോ അല്ല ഞാൻ വായിച്ചത് പിന്നെ ആയതാണോ എന്താന്ന് മനസ്സിലായില്ലല്ലോ. ഇത് ഞാൻ ഓൾറെഡി ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഈ ലൈവ് കട്ടായ സമയത്ത് ഒന്നും കൂടി ആ നിങ്ങളെ കമന്റ് ഇട്ട പോർഷനിലേക്ക് വരാം. ആ കമന്റ് ഇട്ട് വായിച്ച പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു. ചേട്ടാന്ന് പറയുന്നുണ്ട് അവരെന്നെ, പക്ഷെ കമന്റ് അതിന് ശേഷം മെസ്സേജ് ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഒരാൾ വാല് വെച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എല്ലാം വായിച്ച. ഓക്കെ, ഞാൻ ചിരിച്ചു
പിടിച്ചു ലോങ് ചെരിച്ച് പിടിച്ചോ ചെരിച്ച് പിടിച്ച് ലോങ് വീഡിയോ ഇടുമ്പോൾ ചെറിയ കള്ളിയിൽ കാണുന്നു, അതുകൊണ്ടാണ് ഷോർട്ട് ആകുന്നത് പറയാം. ചെരിച്ച് പിടിച്ചിട്ട് ലോങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കള്ളിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ, ക്യാമറൻ്റെ ടോപ്പിലുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഫുൾ സ്ക്രീന്, ഹാഫ് സ്ക്രീന് എന്നുള്ളത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫുൾ സ്ക്രീൻ ആക്കാം. ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഇങ്ങനെ ചെരിച്ച് പിടിക്കാം. ചെരിച്ച് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങളെ ഏത് ക്യാമറ ആണെങ്കിലും ഓൾറെഡി ഓപ്ഷൻ ഉണ്ട്, ഫുൾ സ്ക്രീൻ, ഹാഫ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട്. ഫുൾ സ്ക്രീൻ ആക്കുക, അത്രേ പരിപാടിയുള്ളൂ. നിങ്ങൾ സെറ്റിങ്സ് പഠിക്കാതെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ടെക്നീഷ്യൻ ഓൾറെഡി യൂട്യൂബിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല, സെറ്റിങ്സ് ഓപ്ഷൻ. അപ്പം മൊബൈൽ ക്യാമറ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ യൂട്യൂബിൽ തന്നെ കിട്ടും വീഡിയോ. എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്, മൊബൈലിൽ എങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ വീഡിയോ ഇട്ടാൽ നിങ്ങൾ ആ ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് ഫസ്റ്റ് പഠിക്കുക. അതിന് ശേഷം യൂട്യൂബിന്റെ കാര്യങ്ങൾ പഠിക്കാം. അപ്പോഴത്തേക്കാകുമ്പോൾ നിങ്ങളെ ക്യാമറ സെറ്റ് ആവും. അല്ലാണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ശരിയാവുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. നിങ്ങൾ ആദ്യം ക്യാമറ സെറ്റ് ചെയ്യാൻ പഠിക്കുക, അതിന് ശേഷം വീഡിയോ ചെയ്യുക. എന്നാൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ എന്ത് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഇനി എന്താ ചെയ്യാ, എന്ത് ചെയ്യാനാ? ഞാൻ എന്തോ പറഞ്ഞു തോന്നല്ല അവരടുത്ത്. ഏതാണ് ചാനൽ നോക്കട്ടെ. കോപ്പിറൈറ്റ് ഇടാതിരുന്നാൽ മതി. മറ്റുള്ളവരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളെ ചാനലിൽ ഇടാതെ ഇരുന്നാൽ മതി. സ്വന്തം വീഡിയോസ് ഇടാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടാത്ത രീതിയിൽ ഇടാം. മീഡിയ വണ്ണിന്റെ എല്ലാം വീഡിയോ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ മതി. അപ്പം തന്നെ നിങ്ങളെ ചാനൽ പോകും. ഓക്കെ, എനിക്കും 50 സബ്സ്ക്രൈബർ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുമല്ലോ. എൻ്റെ ലൈവിൽ വന്നവർക്ക് എല്ലാവർക്കും ഒരു 10-30 ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ 30 ആൾക്കാർക്ക് ഞാൻ ഒറ്റയടിക്ക് സബ്സ്ക്രൈബർ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓരോ ലൈവിൽ കയറുന്ന സമയത്ത് ഓരോ ആൾക്കാർക്ക് തരുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് ഏതെങ്കിലും ഒരു ലൈവിൽ ഞാൻ ഓൾറെഡി ചോദിക്കും, നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് ഞാൻ നിർത്തുന്ന സമയത്ത്, ഈ സബ്സ്ക്രൈബറിന്റെ പരിപാടി ചിലപ്പോൾ നിർത്തുന്ന സമയത്ത് ഞാൻ ചോദിക്കും, എൻ്റെ ലൈവിൽ ഇതുവരെ വന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബർ കിട്ടാത്തവരുണ്ടോന്ന്. എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റോ സബ്സ്ക്രൈബറോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടവർക്ക് ഓൾറെഡി ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആ ചോദിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ് ഉണ്ടവർക്ക് ഞാൻ നിർബന്ധമായിട്ട് തരുന്നതായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോൻ്റെ അടിയിലെല്ലാം കമൻറ്റ് ഇട്ടിച്ചോളൂ, നല്ലതായിരിക്കും. 50-100 സബ്സ്ക്രൈബർ കിട്ടും, ഒരു പേടിയും പഠിക്കണ്ട. വേറെന്താ, എനിക്ക് നേരെയുള്ള ചാനൽ ആണ് 50 സബ്സ്ക്രൈബർ ന്യൂ ചാനലിൽ കിട്ടിയില്ല. ഒരു ചാനൽ ഓൾറെഡി കിട്ടി, അത് പോയോ? അതെ, ഓൾറെഡി നിങ്ങൾക്ക് 50 സബ്സ്ക്രൈബർ കിട്ടിയ ചാനലിന് ഓൾറെഡി പോയി. പുതിയ ചാനലിന് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടും. ഓക്കെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് അത്ര സബ്സ്ക്രൈബർ അത് പോയില്ല, അത് വെറുതെ വേസ്റ്റ് ആയി പോയില്ലേ. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, വേറെ മുങ്ങിപ്പോയല്ല കുറെ മെസ്സേജ്. ഒരാള് വലിയൊരു മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് ഫുള്ളായിട്ടൊന്ന് വായിച്ച് പഠിക്കട്ടെ, അതിനുശേഷം ഞാൻ പറയാം. ഞാൻ മൊബൈൽ ചെരിച്ച് പിടിച്ച് ലോങ് വീഡിയോ അത് ഓൾറെഡി ഞാൻ വായിച്ചല്ല. 2 ഭാഗവും ബ്ലാക്ക്. ഓക്കെ, അത് ഞാൻ വായിച്ചതായിരുന്നു. ഹായ് 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 ഇല്ല, തംസപ്പ് അടിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. എനിക്ക് ഇതുവരെ ലൈവ് സബ്സ്ക്രൈബർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഓൾറെഡി ഇത് നിതുസ് വ്ലോഗിനെ ഞാൻ ഓൾറെഡി വീഡിയോ കാണാറുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുന്നുണ്ടല്ലോ നിങ്ങൾ. ആ കമന്റ് ഇടുന്ന സമയത്ത് ഞാൻ ഓൾറെഡി വീഡിയോ, പിന്നെ നിങ്ങളെ കമന്റിന്റെ അടിയിൽ വന്നിട്ട് ഞാൻ എന്തുകൊണ്ട് നിങ്ങളടുത്ത് നിങ്ങളെ വീഡിയോ ശരിയില്ല, നിങ്ങളെ വീഡിയോ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളെ വീഡിയോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് ഞാൻ കംപ്ലൈന്റ് പറയാത്തത് എന്തുകൊണ്ട് എന്നിട്ട് കമന്റിൽ ഒരിക്കലും അങ്ങനത്തെ വേർഡ്സുകൾ നമ്മൾ ഓൾറെഡി നിങ്ങളെ മോശമായിട്ട് പറയാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഇതായിരിക്കും. പിന്നെ ആ കമന്റ് കുറെ ആൾക്കാർ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ചാനലിനെ ബാധിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ കമന്റിൽ ഓൾറെഡി ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയാത്തത്. പക്ഷെ നിങ്ങൾ ആ കമന്റ് ഇട്ട സമയത്ത് എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. എത്രയോ ചാനലുകൾ ഓൾറെഡി ഇപ്പോൾ സെറ്റായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ തന്നെ കൂടുതൽ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തെല്ലാം ഓൾറെഡി ചാനലെല്ലാം ഇതേപോലെ നിങ്ങളെ പോലെ തന്നെ ആദ്യം വന്നപ്പം അവർക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റായിട്ട് പോകുന്നുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഓൾറെഡി ഞാൻ ഹാഷ്ടാഗ് ആണോ കീവേഡ്സ് ആണോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഡിസ്ക്രിപ്ഷൻ വേണോ എന്ത് വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം.
അയച്ചുതരാം. ഓക്കെ, നിങ്ങൾ ചാനൽ നോക്കിയിട്ട് ആ വീഡിയോസിനുള്ള ഹാഷ്ടാഗ് കീവേഡ്സ് ചേർത്തരാം. ഒരു കുഴപ്പമില്ല. പേയ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. പേയ്മെന്റ് ഒന്നും, കുറെ ആൾക്കാർ കമന്റിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, പേയ്മെന്റ് ഉണ്ടോ, പേയ്മെന്റ് വാങ്ങിക്കോ, കാശ് മേടിക്കോന്ന്. കാശൊന്നും മേടിക്കത്തില്ല കേട്ടോ, അതിനൊന്നും പഠിക്കണ്ട. കാശിന്റെ പരിപാടിക്കൊന്നുമില്ല. പിന്നെ ഹായ് എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ മെസ്സേജ് നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ, ആരിത്? മൈ ലൈഫ് വേൾഡ്. നിങ്ങളെ കമന്റ് എല്ലാം കാണാറുണ്ട്. ഞാൻ നിങ്ങളെ ലൈവിൽ കയറാറുണ്ട് എന്ന് തോന്നുന്നു. ലൈവിൽ കയറാനുണ്ടാ? ഇല്ല, ലൈവ് ഇട്ടിട്ടില്ലേ? ഇത് ആള് മാറിപ്പോയിട്ട്, സോറി. നിങ്ങളെ ചാനൽ ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്തതാണല്ലോ, മുന്നേ ഏതോ ഒരു ലൈവിൽ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ലോങ് വീഡിയോ ഇല്ല. ലോങ് വീഡിയോ എന്താണ് ഫിഷ് കറി, ഫിഷ് കറി, സോറി, യൂട്യൂബ് ഫിഷ് കറി അല്ലല്ല, ഫിഷ് ടൂണ കറി. ഓ സോറി, ഫിഷ് ടൂണ കറി യൂട്യൂബ് ഫുഡ് മിനി വ്ളോഗ്. ടൈറ്റിൽ ശരിയായിട്ടില്ല കേട്ടോ, നിങ്ങൾ ഇട്ടത് ടൈറ്റിൽ. പിന്നെ വീഡിയോ ഓൾറെഡി ഷോർട്ട് ഫീഡ് പോലെയാണല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് നോക്കി നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവല്ലോ എങ്ങനെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. ലോങ് വീഡിയോ ഇട്ട് ശരിയായിട്ടില്ല, ആ ലോങ് വീഡിയോ ഒന്ന് ശരിയാക്കാം. പിന്നെ വേറെന്ത് ഷോർട്ട് വീഡിയോ നോക്കട്ടെ. ഷോർട്ട് വീഡിയോ കുഴപ്പമില്ല. ഷോർട്ട് വീഡിയോ എല്ലാം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓ, ഷോർട്ട് വീഡിയോ അടിപൊളി, തംബ്നെയിലും നല്ല വ്യൂസും എല്ലാം ഉണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ലോങ് വീഡിയോ ഇടാതിരിക്കുന്നത്? നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് ഒരിക്കലും മോണിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ. അത് 100% ഗ്യാരണ്ടി പറയാം. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനത്തെ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് 1 മില്യൺ വ്യൂസ് 30 ദിവസം കൊണ്ട്, 3 മാസം കൊണ്ട് 1 മില്യൺ വ്യൂസ് അടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലോങ് വീഡിയോ ഇടുക. അരമണിക്കൂർ 3/4 വീഡിയോസ് ഇടുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, മോണിറ്റേഷന് ഒരു ടെൻഷനും ഇല്ലാതെ. പക്ഷെ നിങ്ങളെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യണം. അതിനുള്ള എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല ക്യൂരിയോസിറ്റി കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ബ്രോ വാച്ചിങ് ഓവേഴ്സ് കൂട്ടണം. ഓക്കെ, അത് ഞാൻ വായിച്ചല്ലോ, കുറെ മെസ്സേജ് പിന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ചിമ്മിണി ഓക്കെ, അല്ല ചിൻമിൻ വ്ളോഗ് ഓക്കെ, ഡെന്ന്. താമസിച്ചു പോയാലും വന്നല്ലോ, അത് താങ്ക് യു, വെൽക്കം മൈ ചാനൽ, നല്ല കാര്യമാണ്. യെസ്, ഇപ്പോൾ സൂപ്പറായി പോകുന്നുണ്ട് ചാനൽ. ആർക്കാണ്? RR വ്ളോഗാ? ഇപ്പൊ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. താങ്ക് യു. ഈ മില്യൺ വ്യൂസ് ഉണ്ടല്ലോ 2 വീക്ക് ആകോ, അത് നല്ല വർക്കൗട്ട് ആകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കെല്ലാം ഫസ്റ്റ് 500 സബ്സ്ക്രൈബറിന്റെ സമയത്ത് ഞാൻ പെട്ടെന്ന് സബ്സ്ക്രൈബർ 1000 കംപ്ലീറ്റ് ആക്കിയത് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അത് ഞാൻ കുറെ പ്രാവശ്യം വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് നടന്നില്ലായിരുന്നു. പക്ഷെ സോറി, ഉറക്കം വരുന്നു. ബ്രോ എൻ്റെ ആയി കൊടുക്കാൻ ആയി ബ്രോ, കോഡ് ഇപ്പൊ തരാട്ടാ, ഒരു മിനിറ്റ്. ഇടാവോ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ഭയങ്കര തിരക്കാണല്ലോ ഈ ബ്രോക്ക്. ആരാന്നത്? കോഡിന് വേണ്ടിട്ട് ഭയങ്കര തിരക്കാണല്ലോ. ബ്രോ പുതിയ ആളാണോ? 114 സബ്സ്ക്രൈബർ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ. ഷോർട്ട് വീഡിയോ മാത്രമേ ഇട്ട മോണിറ്റേഷൻ കിട്ടത്തില്ല കേട്ടോ. ബ്രോയുടെ ചാനലും നല്ല പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടാ. അറിയാത്തത് കൊണ്ട് പറഞ്ഞു തരാണ്. എന്നെയും ചെക്ക് ചെയ്യാൻ. നിങ്ങളുടെ ചാനല് ഓൾറെഡി ചെക്ക് ചെയ്തല്ലോ, മുന്നത്തെ വീഡിയോയിലേതോ ചെക്ക് ചെയ്തതായിട്ട് ഓർമ്മയുണ്ടല്ലോ എനിക്ക്. ഇല്ല കേട്ടോ, ആദ്യം വന്നതാണ്. ഇതെല്ലാം പുതിയ ചാനലാണോ എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് പുതിയ ചാനലാണോ എന്ന് തോന്നുന്നു. എൻ്റെ ലൈവിലേക്ക് ആദ്യം വന്നതാന്ന് തോന്നുന്നു. ലോങ് വീഡിയോ ഇട്ടത് കോപ്പിറൈറ്റ് ആണോ എന്ന് സംശയമുണ്ട്. നിങ്ങളുടെ സ്വന്തം വീഡിയോ ആണോ അല്ല വേറെ ആൾക്കാരുടെ വീഡിയോ ആണോ?
ഇതെല്ലാം കോപ്പിറൈറ്റ് വീഡിയോസ് ആണ് കേട്ടാ നിങ്ങൾ ഇടുന്നുള്ളത്. ആര്? എ ജെ, എന്താണ് എ ജെ? എ ജെ വീഡിയോ അനു അനുരാഗ്. ഓക്കെ, എല്ലാം ഫുള്ള് കോപ്പിറൈറ്റ് വീഡിയോ ആണ്. കോപ്പിറൈറ്റ് ഉണ്ടോന്ന് ആദ്യം നോക്കാം. പിന്നെ വീഡിയോ ഇട്ടത് ലോങ് വീഡിയോ ഇട്ടത് അത്ര വലിയ പെർഫെക്റ്റ് അല്ല എല്ലാ വീഡിയോസും ഇട്ടത്. ചിലത് ശരിയുണ്ട്, ചിലത് ശരിയില്ല, അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ചിലതെല്ലാം കോപ്പിറൈറ്റ് വീഡിയോസ് പോലെ കാണുന്നുണ്ട്. സോങ് അല്ല ഇത് നിങ്ങളുടെ ആണോന്ന് ഉറപ്പില്ല എനിക്ക്. വേറെന്താണ്? നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഇടാ. നിങ്ങൾ വീഡിയോ ഇട്ടതൊന്നും ശരിയായിട്ടില്ല കേട്ടാ. ഷോർട്ട് വീഡിയോവും കൂടുതൽ ഒക്കെ നിങ്ങളുടെ ഇതാരെ വീഡിയോ എന്ന് അറിയത്തില്ലല്ലോ എനിക്ക്, അതാണ് സംഭവം. നിങ്ങളെ സ്വന്തം വീഡിയോ ആണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ ഒരിക്കലും ഇടരുത്. ഓക്കെ, പിടികിട്ടുന്നില്ല നിങ്ങൾ ആരെ വീഡിയോസ് ഇട്ടതെന്ന്. ഇത് കോപ്പിറൈറ്റ് വീഡിയോ ഉള്ളതാണോ വേറെ ആൾക്കാരുടെ വീഡിയോ പോലെ കാണുന്നുണ്ട് ഒന്ന് രണ്ട് കണ്ടപ്പോ. അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ ആൾക്കാരുടെ വീഡിയോ. ഇക്ക 1008 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 993ആയി. സബ്സ്ക്രൈബർ അങ്ങനെ കുറയാറുണ്ട് കേട്ടാ. കുറഞ്ഞിട്ട് രണ്ടാമത് നാളെ കൂടാറുമുണ്ട്. അതൊന്നും പേടിക്കാനില്ല, അതൊന്നും പാനിക് ആവേണ്ട ആവശ്യമില്ല, അതൊന്നും ടെൻഷൻ ആക്കണ്ട. ഓൾറെഡി നമ്മൾ നോക്കേണ്ടത് നമ്മളെ വീഡിയോ ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സബ്സ്ക്രൈബർ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോസിലും എല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യമാണ്. ഓൾറെഡി നമുക്ക് വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് സബ്സ്ക്രൈബറെ കൂട്ടാൻ നോക്കരുത്. സബ്സ്ക്രൈബർ ഇന്ന് വരുന്നുണ്ടോ, ഇപ്പൊ വരൂ, ഇന്ന് എത്ര ആയിട്ടുണ്ട്, നാളെ എത്ര ആയിട്ടുണ്ട്, മറ്റൊന്ന് എത്ര ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ, ഇതൊന്നും നോക്കരുത്. നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാല് നിങ്ങളെ വീഡിയോസ് എൻഗേജ്മെന്റ് ഉണ്ടോ, വ്യൂസ് വരുന്നുണ്ടോ, എൻഗേജ്മെന്റ് എത്ര വന്നിട്ടുണ്ട്, എത്ര സമയം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തിന്, ഇത് മാത്രം. അതിന്റെ മറ്റേ നമ്മളെ യൂട്യൂബ് കാണിക്കുന്ന ഒരു ടോപ്പിൽ ഫസ്റ്റ് ഡാഷ്ബോർഡിൽ കാണിക്കുന്ന ഈ റേറ്റിംഗ് ഉണ്ടല്ലേ, അത് ടോപ്പിൽ മേലോട്ടുണ്ടോ താഴോട്ടുണ്ടോ, അത് മാത്രം നോക്കിയാൽ മതി. താഴോട്ടുണ്ടാ അപ്പൊ തന്നെ വീഡിയോ ഇട്ടോളാം. സബ്സ്ക്രൈബർ ഒരിക്കലും നിങ്ങൾ നോക്കിയിട്ട് ഇരിക്കരുത്. എൻ്റെ സബ്സ്ക്രൈബർ പോയേ എന്ന് പറഞ്ഞിട്ട് കരയരുത്. ഓക്കെ, സബ്സ്ക്രൈബർ നമ്മളെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വരുന്നവരാണ് നമ്മളെ യഥാർത്ഥ സബ്സ്ക്രൈബർമാർ. അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ച് സബ്സ്ക്രൈബറെ കൊണ്ടുവന്ന് കൂട്ടി ഇതാക്കി അതൊന്നും ഒരു ആവശ്യമില്ല ഇതൊന്നും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ചാനൽ, വലിയ വലിയ ചാനലുകൾ, നിങ്ങൾ അവരാരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞിട്ട് പോയിട്ട് ഇതാക്കുന്നുണ്ടാ. പിന്നെ കുറെ ആൾ ഗിവ് എല്ലാം കൊടുത്തിട്ട് കുറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ പോയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗിവ് എവേ തരാം, ഞാൻ അത് തരാം, ഇത് തരാന്ന് കാശ് കൊടുത്തിട്ടെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്കൊന്നും വ്യൂസ് ഒന്നും കിട്ടത്തില്ല. അത് ചുമ്മാ അവർ ആ സമയത്തൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കാണും. എവിടെയെങ്കിലും കോളേജിൽ പോകുന്ന അവർക്ക് ഇവരെ വീഡിയോ കാണാനാണോ പണി. അപ്പൊ നമ്മളെ ഓഡിയൻസിനാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഓഡിയൻസ് കണ്ടുപിടിച്ചിട്ട് ആ ഓഡിയൻസിന് വേണ്ട കണ്ടന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അത് ചില യൂട്യൂബ് തന്നെ പറഞ്ഞു തരും നമുക്ക് എന്താണോ കണ്ടന്റ് വേണ്ടത്, കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് വീഡിയോസ് ഇടണം എന്നൊക്കെ യൂട്യൂബ് തന്നെ ഓൾറെഡി നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പറഞ്ഞു തരും. കട പൂട്ടി ബ്രോ എന്നാ, കട പൂട്ടി ബ്രോ എന്നാ, മനസ്സിലായില്ലല്ലോ. അപ്പൂസ് നിങ്ങളെ കട പൂട്ടിയ ബ്രോ എന്നാ, എൻ്റെ കട പൂട്ടിയാന്നാ? പൂട്ടി എന്ന് പറഞ്ഞിന് മനസ്സിലായില്ല, എന്താന്ന് മനസ്സിലായില്ല. അത് ശരിക്കും മനസ്സിലായില്ല കേട്ടാ. വേറെ എന്താ, ജസ്റ്റ് ഒന്ന് കമന്റ് വായിച്ചു പോവാ. ഒരു മിനിറ്റ്. ഹായ് സബ് കൂടുന്നില്ല, ഹായ് സബ് കൂടുന്നില്ല, അതെന്താന്ന് അത് മനസ്സിലായില്ല. നിങ്ങളെ സബ് കൂടുന്നില്ല എന്നായിരിക്കോ? ചിന്നു ഫാമിലി. ഓക്കെ, ഹായ് എന്ന് പറഞ്ഞതായിരിക്കും, അതിനുശേഷം സബ് കൂടുന്നില്ല എന്ന് പറഞ്ഞതായിരിക്കും. സബൊക്കെ വരും കേട്ടോ. സബ് ഓൾറെഡി നമ്മളെ ഈ ഡെയിലി ലൈവിൽ വന്നാൽ മതി, ഒരു വിന്നറെ സെലക്ട് ആവും, അപ്പൊ ചിലപ്പോൾ സബ് കിട്ടും. ബ്രോ ടെലിഗ്രാം എങ്ങനെയാണ് കയറുക, അതൊന്ന് പറഞ്ഞു തരുമോ? ടെലിഗ്രാം ഗ്രൂപ്പിൽ എൻ്റെ ഡാഷ്ബോർഡിൽ ഓൾറെഡി ലിങ്ക് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലിങ്ക് ഇട്ടുതരാം, അതിൽ കയറിയാൽ മതി കേട്ടോ. ഞാൻ ഇപ്പൊ അയച്ചുതരാം ലിങ്ക്. കോഡ് തരുന്നതിന് മുമ്പ് ലിങ്ക് അയച്ചുതരാം. ലാസ്റ്റ് ഒരു കോഡ് തരുന്നതായിരിക്കും. ആ കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിന്നർക്ക് 50 സബ്സ്ക്രൈബർ ഫ്രീ ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നത്. പുതിയ ചാനലുകൾ വന്നിട്ടുണ്ട്, അവർക്ക് ഒന്ന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അറിയാത്തവരാണെങ്കിൽ പിന്നെ വേറെന്തോ പറയുന്നുണ്ട്. ഇക്കയുടെ വീഡിയോ കൊള്ളാം. ഏത് വീഡിയോ? ഈ വീഡിയോ ആണോ വേറെ ഏതെങ്കിലും വീഡിയോ ആണോ? താങ്ക് യു.
ചിമ്നി വ്ളോഗ്. ഓക്കെ, താങ്ക് യു. ഞാൻ വായിച്ചത് ഒരു പേര് കുറെ പ്രാവശ്യം പേര് വായിക്കാൻ തെറ്റിപ്പോ. അശ്വന്ത് ഓക്കെ പറഞ്ഞ്. ഇക്ക ഞാൻ ചെർക്കള കണ്ടിട്ടുണ്ട്. ആ, ചെർക്കള കണ്ടിട്ടുണ്ടാ? ചെറുക്കത്താണ്. അപ്പോ ചെറുക്കലത്താണോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ ചെറുക്കലത്താണ്. അത് നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങക്ക് ഷോപ്പിലാണോ? അപ്പൂസ് ഏത് ഷോപ്പിലാണിത്? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നോക്കാം. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോന്റെ അടിയിൽ കമന്റ് ഇട്ടെ. ഞാൻ ചാനൽ നോക്കട്ടാ. ഞാൻ മനസ്സിലായില്ലേ അത് ആരാന്ന്. കണ്ടിട്ടുണ്ട്, ചെറുക്കളയിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണാം. ഞാൻ ചിലപ്പോൾ അവിടെ മിക്കവാറും വരാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട്. ആരാന്ന്? റഷീദ് ഗോപാൽ. ഗോപാൽ, ഒരു മിനിറ്റ്. ഗോപാൽ ഓക്കെ. സോറി, രജീഷ് ഗോപാൽ. ഓക്കെ, രജീഷ് ഗോപാൽ ഹായ്. പുതിയ ചാനലാണെങ്കിൽ വെൽക്കം. എൻ്റെ ചാനലിൽ പുതിയ വന്നതാണെങ്കിൽ വെൽക്കം. കുറെ ആൾക്കാർ പോയി കോഡ് കിട്ടാത്തത് കൊണ്ട് ചൊടിച്ചിട്ട് പോയതെന്ന് അറിയില്ല. എൻ്റെ കോഡ് ഇപ്പം തരാട്ടാ, ജസ്റ്റ് വെയിറ്റ്. ഞാൻ ഈ കമന്റ് ഫുൾ, ഞാൻ ആരും കമന്റ് ഇടരുത് കേട്ടാ. ഞാൻ ഡയറക്റ്റ് കോഡ് തരാം, കമന്റ് ഇടരുത്. ഞാൻ ഓൾറെഡി കമന്റും റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ നെക്സ്റ്റ് കോഡ് തരുന്ന സമയത്ത് ഇടരുത്. ഞാൻ പറയാട്ടാ. ഈ ചാനൽ ഒന്ന് കമന്റ് വായിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എൻ്റെ ചാനൽ എന്തെല്ലാമാണ് കുഴപ്പമുണ്ടത്? എൻ്റെ ചാനലിൽ എന്തൊക്കെ കുഴപ്പമുണ്ട് ഓൾറെഡി ഞാൻ ചിമ്മൂസ് വ്ളോഗിൻ്റെ നോക്കട്ടെ. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഇതാക്കിയാട്ടെ. 191 സബ്സ്ക്രൈബർ ഉണ്ട്. നിങ്ങളെ വീഡിയോസ് സ്വന്തം വീഡിയോസ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, സ്വന്തം വീഡിയോസ് ആണ്. തംബ്നെയില് വലിയ പോരാ. തംബ്നെയില് ലാസ്റ്റ് ഇട്ട തംബ്നെയിലൊക്കെ കുഴപ്പമില്ല കേട്ടാ. പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തതും കുഴപ്പമില്ല. വീഡിയോസ് അപ്ലോഡ് ചെയ്തതും നല്ലതായിട്ടുണ്ട്. പക്ഷെ വീഡിയോസിൽ എന്താ ഉള്ളത് ഒന്നുമില്ല, വെറും കാർഡ് മാത്രം കാണിക്കുന്നുണ്ട്. ഇൻഷോട്ടിന്റെ ലോഗോ വന്നിട്ട് അത് കുഴപ്പമില്ല കേട്ടാ. ഇതെന്താണ് ഈ വെറും കാർഡ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ? ഇത് ആരും കണ്ടിട്ടില്ല ഈ കാർഡ്? മഴ പെയ്തതിന്റെ കാര്യം പറയാണോ? കൊച്ചു എന്തോ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, ഈ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. പൂവ് അതെല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അങ്ങനെ വീഡിയോ ഇട്ട വ്യൂസ് എല്ലാം വരും. പക്ഷെ ആൾക്കാർ പെട്ടെന്ന് വ്യൂസ് വരും, പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും. കാരണം എന്താണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഈ കാർഡും ഇത് മാത്രം കാണിക്കുമ്പോഴത്തേക്ക് അവരിതൊന്നും ഇല്ലാന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കിയ സമയത്ത് അപ്പൊ തന്നെ അവർ ഇറങ്ങിപ്പോകും. അപ്പോൾ വീഡിയോക്ക് വ്യൂസ് വരും, പക്ഷെ വാച്ചിങ് അവേഴ്സ് വരത്തില്ല. അത് മാത്രമേ കുഴപ്പമുള്ളൂ. നല്ല ഉഷാറായിട്ട് ചെയ്യാം. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഇതുപോലത്തെ ഈ ഷോർട്ട് ഇപ്പൊ നിങ്ങൾ ഇട്ടിട്ടില്ലേ, അതുപോലത്തെ ഷോർട്ട് വീഡിയോ ഇട്ടാ ക്ലിക്ക് ആവും കേട്ടാ. അതൊരു കുഴപ്പമില്ല. ഷോർട്ട് വീഡിയോ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളിപ്പോ നേരെ തിരിച്ചായിട്ടിട്ടുള്ള ഷോർട്ട് വീഡിയോയിൽ ഫേസ് എല്ലാം കാണിച്ചിട്ടിട്ടുണ്ട്, ലോങ് വീഡിയോയില് കാണിക്കുന്നില്ല. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇത് നേരെ തിരിച്ച് ചെയ്യണം. നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ ഇതൊന്നും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ ഫേസ് കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ലോങ് വീഡിയോയിൽ ഒരു വ്ളോഗ് പോലെ ചെയ്യാം ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട്. പിന്നെ വേറെ എന്താണ്? വേറെ എന്തോ വലിയൊരു കമന്റ് പിന്നെയും എഴുതിയിട്ട് ചേർത്തിട്ടുണ്ട്. അത് വായിക്കണം, ഇപ്പൊ വായിച്ച് പഠിക്കണല്ലോ ഇപ്പൊ എല്ലാം. ഇപ്പൊ കോപ്പിറൈറ്റ് ഇല്ല. താങ്ക് യു. നല്ല കാര്യമാണ് കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ. നെക്സ്റ്റ് കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരിയാക്കിയിട്ടുണ്ട്, നല്ലതാണ്. ലൈക്ക് ലിങ്ക് ഇടു ബ്രോ. ലിങ്ക് ഓക്കെ ലിങ്ക് ഇപ്പൊ ഓർമ്മയാക്കിയത് നന്നായി. ഞാൻ മറന്നുപോയി, കമന്റ് വായിക്കുന്നതിൽ മറന്നുപോയി കേട്ടാ. ഒരു മിനിറ്റ്, ലിങ്ക് ഇപ്പൊ തരാം. ലിങ്ക് ഇട്ടുതരാം ഇപ്പൊ. ഒരു മിനിറ്റ്. ഈ ലിങ്കിൽ കയറിയാൽ മതി കേട്ടാ. ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ എത്താൻ പറ്റും. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിൽ അവിടെ ഓൾറെഡി കുറെ ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക്
അതിൽ നിങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഇട്ടാൽ മതി. ചിമ്മിനി അല്ല ബ്രോ, ചിന്മീൻ. ഓക്കെ ചിന്മീൻ. ഓക്കെ ചിന്മീൻ. അത് ചിലപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ പ്രോബ്ലം വരുന്നത് കാരണം നിങ്ങളുടെ മുമ്പിലല്ലേ. എനിക്ക് ചിരിക്കാൻ വയ്യ. താങ്ക് യു. ചിരിക്കരുത്. വേറെ ആരോ പറഞ്ഞിട്ടുണ്ട് ചിന്നു മിന്നു വേറെയുണ്ട്. ചിന്നു മിന്നു വേറെ ഉണ്ട്. ഇത് ചിന്മിൻ വ്ളോഗ്. ഓക്കെ അതൊക്കെയാണ്. ചിന്മിൻ വ്ളോഗ് ആയിട്ടുണ്ട്. ചാറൂസ് വ്ളോഗ് ഓൾറെഡി ലൈവ് കട്ട് ചെയ്തു. ഞാൻ ലൈവിൽ കയറിയിരുന്നു. ലൈവിൽ കയറിയപ്പം പിന്നെ എനിക്ക് വരാൻ ടൈമായി. പിന്നെ ഞാൻ വേറെ ബിസി ആയിപ്പോയി. അതിനുശേഷം ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി. അതിനുശേഷം ഞാൻ ഇപ്പോൾ അതിന് പിന്നെ ലൈവിൽ കണ്ടപ്പോൾ ഞാനിപ്പോൾ ലൈവ് വന്നതിന് സന്തോഷം. ഓക്കെ, ഞാൻ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. പക്ഷെ കമന്റ് നിങ്ങൾ വായിക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ല എനിക്ക്. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴത്തേക്കാകുമ്പോൾ ഞാൻ വേറെ കസ്റ്റമർ വന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് പോയതാണ്. വേറെ ആരെങ്കിലും കമന്റ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇട്ടാ. ആർക്കെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം റിപ്പീറ്റ് ആയിട്ട് ഇടരുത്. ഈ ബ്രോ ഓൾറെഡി പറഞ്ഞെന്താന്ന് കണ്ട പൊട്ടി ബ്രോ, മനസ്സിലായില്ല. എല്ലാരും ഹാർട്ട് 100 എല്ലാം ഇടുന്നുണ്ട്. മാത്രം ഇങ്ങനെയുള്ള ഇമോജി മാത്രം ഇടരുത്. ബാക്കിയെല്ലാം ഇട്ടോ, കുഴപ്പമില്ല, ഇട്ടാലും ഓക്കെ. വേറെ എന്തോ പറയുന്നുണ്ട്, ഞാൻ നോക്കട്ടെ ഒന്ന്. ആർക്കെങ്കിലും കമന്റ് വായിക്കാതെ. ഞാൻ ഫേസ് കാണിച്ചിട്ടില്ല, കുഴപ്പമുണ്ടോ? ഫേസ് കാണിക്കേണ്ട കുഴപ്പമൊന്നുമില്ല. ചാനലിൽ ഓൾറെഡി ഫേസ് കാണിക്കാതെ എത്രയോ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. കോഡ് പ്ലീസ് ജസ്റ്റ് ഇപ്പം തരാം കേട്ടോ. കോഡ് കമന്റ് എല്ലാം വായിച്ചു കഴിഞ്ഞു, ഇപ്പം തരാം. പിന്നെ എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് ഹാർട്ട് ഇട്ട്. എല്ലാവരും റെഡി ആണെങ്കിൽ മാത്രം കോഡ് ഇടാൻ വേണ്ടി. ഞാൻ ആർക്കും ഒന്നും പറയാനില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സംശയങ്ങൾ ഓൾറെഡി ഞാൻ കമന്റ് വായിക്കാതെ കമന്റ് ഒന്നും. ഒരു മിനിറ്റ്, കുട്ടി നേരത്തെ ബുച്ചൂസ് ലൈഫ് ഓൾറെഡി എന്തോ പറയുന്നുണ്ട്. ഹലോ, കോഡ് കമന്റ് ഒന്നും എനിക്കില്ലാന്നാ. മനസ്സിലായില്ല അതെന്താന്ന് പറഞ്ഞത്. കോഡ് കമന്റ് ഒന്നും എനിക്കില്ലാന്ന് മനസ്സിലായില്ല എന്താ പറഞ്ഞത് കേട്ടാ. ലിങ്ക് വേണം എന്ന് പറഞ്ഞ. ഓക്കെ, ലിങ്ക് ഓൾറെഡി ഞാൻ അയച്ചു, അത് കണ്ടു. എല്ലാവരും കുറെ ആൾക്ക് ഇട്ടിട്ടുണ്ടല്ലോ. എന്റെ സ്നേഹത്തിൽ നോക്കിക്കൊല്ലോ. ഓക്കെ, ഞാൻ ഫേസ് കാണിച്ചിട്ടില്ല. ഫേസ് കാണിക്കാതെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. പക്ഷെ നിങ്ങളെ വേറെ ആൾക്കാരുടെ വീഡിയോ ഇടരുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാരുടെ കോപ്പിറൈറ്റ് കിട്ടുന്ന വീഡിയോസ് ഇടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മൈ ലൈഫ് ബത്തൂസ് വ്ളോഗ്. ഓക്കെ നല്ല അടിപൊളിയാണല്ലോ. കോഡ് ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രോ കോഡ് തരൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കോഡ് തരാം. എല്ലാവർക്കും വർക്ക് വരുന്നുണ്ടാവും. ചിലപ്പോൾ എല്ലാവർക്കും തിരക്കാണ്. എല്ലാവരും ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ആർക്കും എതിരഭിപ്രായം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ ബ്രോ, മിസ് മൈ കമന്റ്. എന്താണ് കമന്റ്? ഓൾറെഡി ഈ കമന്റ് വായിച്ചു. മിസ് മൈ കമന്റ് എന്ന് വായിച്ചു. അതിന് ശേഷം അതിന് മുമ്പത്തെ കമന്റ് ഓൾറെഡി വായിച്ചിട്ട് നിങ്ങളുടെ ചാനലെല്ലാം ചെക്ക് ചെയ്തു. പിന്നെ ഫാദിൽ വ്ളോഗ് വന്നിട്ടുണ്ട്. കമന്റ് ചെക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കമന്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് കമന്റ് ഡിലീറ്റ് ആക്കിയാണ്. നിങ്ങൾ കമന്റ് ഇട്ടിട്ട് കമന്റ് ഡിലീറ്റ് ആക്കി ഞാൻ എങ്ങനെയാ ചെക്ക് ചെയ്യാ? എന്താണ് കമന്റ് ഇട്ടതെന്ന് മനസ്സിലാവണ്ടേ. ഞാൻ കമന്റ് വായിക്കുന്നതിന് മുമ്പ് അത് ഡിലീറ്റ് ചെയ്തു. അതിന് മുമ്പ് ഇട്ടത് ഹായ് എന്നാണ്. ഹായ് എന്നുള്ളതിന് അതിന് റിപ്ലൈ ഹായ് ഇത്ര പറഞ്ഞാൽ പോരെ. പിന്നെ ചാനലിന്റെ പേര് ഓൾറെഡി നേരത്തെ ഫസ്റ്റേ വായിച്ചിരുന്നു. നിങ്ങൾ ആദ്യം വന്ന സ്റ്റാർട്ടിങ്ങിൽ കമന്റ് ഇട്ടപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ചാനലിന്റെ പേര് വായിച്ചിരുന്നു. ഓക്കെ, ചിലപ്പോൾ മിസ്സായി പോയതായിരിക്കും. നിങ്ങൾക്ക് കമന്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ചെക്ക് ചെയ്യാവോ നോക്കുന്നത്. അക്കൗണ്ട് കമന്റ് അല്ല, സോറി. ഓക്കെ അക്കൗണ്ട് നിങ്ങളുടെ ചാനൽ ഓൾറെഡി ഞാൻ മുമ്പ് ചെക്ക് ചെയ്തതാണ്. ഓക്കെ, ഞാനൊരു കോഡ് തരാം. ഓൾറെഡി നിങ്ങളുടെ ചാനൽ ഓൾറെഡി ഞാൻ കമന്റ് മുന്നേ ചെക്ക് ചെയ്തതാണ്. ഫാദിൽ എനിക്ക് പരിചയമുള്ള ചാനലാണ്. നിങ്ങളതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, പിന്നെ ഇടക്കിടക്ക് ഞാൻ ഇതന്നെ പിന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ്. ഓക്കെ, അതെല്ലാം ഓക്കെ. ഞാൻ പോന്നു എന്ന് പറയുന്നുണ്ട്. പോയിക്കോളൂ, നോ പ്രോബ്ലം.
വേഗം നോക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ കോഡ് തരാട്ടാ. കോഡ് ഇന്ന് ഹാഷ് ഇല്ല കേട്ടാ. കോഡിൽ ഹാഷ് ഇല്ല. നല്ല അടിപൊളി കോഡാണ് കേട്ടാ. അപ്പം എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. റിപ്പീറ്റ് ആയിട്ട് ചെയ്യരുത്. റിപ്പീറ്റ് ഒരിക്കലും ചെയ്യരുത്. 8877 കേട്ടാ. 8877 റിപ്പീറ്റ് ആയിട്ട് ഒരിക്കലും ചെയ്യരുത്. റിപ്പീറ്റ് ആയിട്ട് ഇടരുത്. റിപ്പീറ്റ് ആയിട്ട് മാത്രം ഇടരുത്. ഓ, ഇത് ഓൾറെഡി ഇത്ര സമയം ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഓക്കെ. നമ്മൾ ഓൾറെഡി കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു. 27 ആൾക്കാരുണ്ട് കേട്ടോ. ഇത്ര സമയം ഉണ്ടായിരുന്നു. എല്ലാരും വന്നിട്ടുണ്ട്. താങ്ക് യു. ആരെങ്കിലും ഒരാൾ വിന്നർ ആവും കേട്ടാ. എല്ലാവരും കോഡ് ഇട്ടതിന് ശേഷം സെലക്ട് ചെയ്യട്ടെ. ഞാനല്ല കേട്ടോ സെലക്ട് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ സെലക്ട് ചെയ്ത് പറഞ്ഞാലും ഓക്കെ അല്ലേ? നല്ലല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പറയും? ഓക്കെ. എല്ലാവരും കമന്റ് ഇട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. റിപ്പീറ്റ് ആയിട്ട് ആരും ഇട്ടിട്ടില്ലല്ലോ? നോക്കട്ടെ, റിപ്പീറ്റ് ആയിട്ട് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോന്ന്. വേഗം നോക്കൂ, ഉറക്കം വരുന്നു. അയ്യോ, സോറി. ഉറക്കം വരുന്നുണ്ടോ? കുറെ ആൾക്കാർ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാറൂസ് വ്ലോഗ് ഹായ് ഇട്ടിട്ട് ഓടിക്കളഞ്ഞു തോന്നുന്നു. ഓക്കെ. അപ്പോ ജസ്റ്റ് ഒന്ന് ഇത് വിന്നർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യട്ടാ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് പോകുന്നവർക്ക് പോവാം, ഒരു കുഴപ്പമില്ല. ഗുഡ് നൈറ്റ്. പോകുമ്പോൾ ഗുഡ് നൈറ്റ് പറയണം എല്ലാവരും, മറക്കരുത്. അല്ലെങ്കിൽ പിന്നെ കുറേ ലേറ്റായി പോയല്ല കോഡ് ഇട്ടത്. ടെൻസി വ്ലോഗ് ഇതെന്ത് സംഭവം? ലേറ്റായി കോഡ് ഇടാൻ. ഓൾറെഡി ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞു. കോഡ് ഓൾറെഡി സെലക്ട് ചെയ്ത് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ആരാണ്? തീംസൺ ഇത് ടിസമേരി. ഓക്കെ, കുറച്ച് ലേറ്റായി പോയി വന്നത്. നെക്സ്റ്റ് ട്രൈ. ഓക്കെ. ഓൾറെഡി ഇവിടെ എല്ലാവരും സെലക്ട് ചെയ്തു. ഞാൻ ഓൾറെഡി ഇതിൽ ഇട്ട് കഴിഞ്ഞു. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കോഡ് ഇട്ടതായിരുന്നു. നെക്സ്റ്റ് ട്രൈ ആക്കാം. ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഇപ്പൊ റീപ്ലൈ കിട്ടും കേട്ടാ. ജസ്റ്റ് വെയിറ്റ്. ഇതാ ഓക്കെ. ഒരു കമന്റ്. ഇതെന്താ ചിലരുടെ കമന്റ് കിരീടം നമ്പർ എല്ലാം? അത് ശരിയാണല്ലോ. അത് ചിലർക്ക് ഉണ്ടാകുന്ന കേട്ടാ. വേറൊരു കാരണമുണ്ട്, പറഞ്ഞുതരാം. പിന്നെ എന്താ കിരീടം നമ്പർ പറഞ്ഞു. ഞാനൊരു ഫോൺ വന്നിട്ട് പോയതായിരുന്നു. ഇപ്പോൾ എല്ലാം 888 ഉണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. സംഭവം എന്താന്ന് മനസ്സിലാവാത്തത്? സംഭവം നിങ്ങൾ ഫോൺ വന്നത് പോയതുകൊണ്ടായിരിക്കും. അതൊക്കെ
അപ്പോൾ നമ്മൾ ഓൾറെഡി എൻ്റെ എല്ലാ ലൈവിലും ഓൾറെഡി 50 സബ്സ്ക്രൈബർ ഒരാൾക്ക്, ഒരു വിന്നർ ആവുന്ന ഒരാൾക്ക് കൊടുക്കാറുണ്ട്. ആ കൊടുക്കുന്ന എൻ്റെ മുമ്പത്തെ ലൈവെല്ലാം കണ്ട ആൾക്ക് ഓൾറെഡി മനസ്സിലാവും. ഇത് ഓൾറെഡി എൻ്റെ ഇതിൽ വരുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പുതിയതായതുകൊണ്ട് അറിയാതായിരിക്കും. രാജീവ് വ്ളോഗ്, ഓക്കെ, മനസ്സിലാക്കുക. ഞാൻ ഈ കോഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ട് ആവുന്ന ഇതിൽ ഉള്ള ഇപ്പൊ ഈ കോഡ് ഓൾറെഡി വിന്നറാവും, ഒരാൾ വിന്നറാവും. ആ വിന്നർക്ക് 50 സബ്സ്ക്രൈബർ നാളെ രാവിലെ, നാളെ ഉച്ചക്ക് 12 മണിക്ക് മുമ്പ്, 2 മണിക്ക് മുമ്പ് എന്തായാലും നാളെ 50 സബ്സ്ക്രൈബർ കയറിയിരിക്കും. ഓക്കെ, അത് 50 സബ്സ്ക്രൈബർ ഉള്ളവർക്കാണെങ്കിൽ 100 ആവും. 100 സബ്സ്ക്രൈബർ ഉണ്ട ആൾക്കാണെങ്കിൽ 1000 ആവും. സോറി, 100 സബ്സ്ക്രൈബർ ഉണ്ട ആൾക്കാണെങ്കിൽ 150 ആവും. 150 ഉള്ള ആൾക്കാണെങ്കിൽ 200 ആവും. അങ്ങനെ ഓൾറെഡി 50 സബ്സ്ക്രൈബർ ഓൾറെഡി ഞാൻ തരും. അപ്പൊ അതിൻ്റെതാണ്. നാളെ 24 മണിക്കൂർ കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആവും. അപ്പൊ ചിലവർക്ക് രാത്രി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഉച്ചക്ക് 2 മണിയാകുമ്പോഴേക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി വർക്ക് ഉണ്ട്. വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മതി. അതിൽ വേറെ വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുണ്ട്, വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മോണിറ്റേഷൻ എടുക്കാൻ പറ്റും. ഇത്ര സബ്സ്ക്രൈബർ ഉണ്ട്. ഞാൻ കുറെ ടിപ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനൽ ഫുള്ളായിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓൾറെഡി ഇത് നിങ്ങളുടെ ചാനൽ ഓൾറെഡി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയ ചാനലാണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ ഇടാം, ഒന്നും കൂടി കമന്റ് ഇടാം. ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അത് ശരിയാണോ എന്ന് നോക്കുമോ? ഇതിന്റെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഹാഷ്ടാഗ് കീവേഡ്സ് ചാനൽ ഫുൾ ചെക്കിങ് ചെയ്യട്ടാ. ഇതിലങ്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാനേ പറ്റത്തുള്ളൂ. അതിലങ്ക് ഫുള്ള് ചെക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പൂച്ചന്റെ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷിന്റെ ഇട്ടിട്ടുണ്ട്, മുട്ട കോയി, അത് പക്ഷിയല്ല സോറി, മുട്ടന്റെ ഇട്ടിട്ടുണ്ട്, പഴംപൊരി ഇട്ടിട്ടുണ്ട്, ബെക്കാച്ചി ഇട്ടിട്ടുണ്ട്, പിന്നെ വേറെന്ത്, വാട്ടർ മിലന്, ഫ്രൂട്ട്സ്. കുക്കിംഗ് ചാനലാണോ, പൂച്ചന്റെ വീഡിയോ, ആനിമൽസ് ആണോ, കുക്കിംഗ് ചാനലാണോ, കാറ്റഗറി ഏതാണോ ഒരു പൊടിയും കിട്ടുന്നില്ല. നിങ്ങൾ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടില്ല. ചാനൽ വേണ്ട രീതിയിലല്ല പ്രോപ്പർ ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, സുബിസ് ഫാമിലി വ്ളോഗ് ഓൾറെഡി ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ബുച്ചൂസ് ലൈഫ് കാണുന്നുണ്ട്. ഞാനത് ഓൾറെഡി ഇത് ഭാഗ്യ ആർക്കാണെന്ന് നോക്കാം. താങ്ക് യു. ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് കൊടുത്തിട്ടുണ്ട്. എന്താ ആര് സെലക്ട് ആയിട്ടുണ്ടെന്ന് അറിയില്ല. വിന്നർ ഗോയ്സ് ലക്കി വേൾഡ് വരെ 3 അതാണ് ടോപ്പ് 3 ലിസ്റ്റ് വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവരെ വിജയിപ്പിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ചാനൽ നോക്കട്ടെ. എൻ്റെ വീഡിയോ സർ പൊക്കി പറഞ്ഞതല്ല, സത്യം പറഞ്ഞതാണ് വീഡിയോ. ഓക്കെ, പൊക്കി പറഞ്ഞതല്ല, ഉള്ള കാര്യങ്ങൾ പറഞ്ഞതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അല്ല, നല്ലതാണ്. ഞാൻ ഓൾറെഡി എന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നല്ലതാണ്. ഞാൻ നിങ്ങൾ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും കാണും കേട്ടോ. ആ വീഡിയോ ഓൾറെഡി കണ്ടിട്ട് എല്ലാവരും ഷെയർ ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ എന്തെങ്കിലും നമ്മൾ ഒരു ഗിവ് അവേ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാട്ടാ. ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ്, ആരാണ്? അമ്മൂസ് ഫാമിലി ഓൾറെഡി നമ്മുടെ ചാനലിൽ വരുന്ന ആളാണോ, പുതിയ ആളാണോ? 31 ആൾക്കാരുണ്ടല്ലോ. 31 ആൾക്കാർ ഉണ്ടായിട്ട് ലൈക്ക് വന്നിട്ടുള്ളത് ആകെ 19 ലൈക്ക്. ആരും ഇട്ടിട്ടില്ല. ഇപ്പൊ വന്ന ആൾക്കാരെല്ലാരും മറന്നുപോയ ലൈക്ക് ഇടാൻ. ഹായ് ബ്രോ, ഓൾറെഡി ചാനലിൽ വരുന്ന ആൾക്കാരാണ്. ഞാൻ ഇത് ഓക്കെ, അടിപൊളിയാണ് കേട്ടാ. ലോഗോയില് നിങ്ങൾ ആ ഫോട്ടോ തന്നില്ലേ, കച്ചന്നില്ലേ? ആ ഫോട്ടോ ലോഗോ ഇടാ. നിങ്ങൾ ബാനറിൽ കൊടുത്തിട്ടില്ലേ, അതേ ഫോട്ടോ നിങ്ങൾ ലോഗോയിൽ ഇടാ. ലോഗോ എന്ന് പറഞ്ഞാല് ഫോട്ടോ മാത്രം ഇട്ടാൽ മതി കേട്ടാ. അങ്ങനെ ഇട്ടാൽ കുറച്ചും കൂടി ഐഡന്റിറ്റി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് എന്താണിത്, തെങ്ങാണോ, മരാണോ? ലോഗോയിൽ എന്താണുള്ളത്? ലോഗോയിൽ എന്താണ് മനസ്സിലായില്ല. ഒരു മിനിറ്റ്, ഞാൻ ഈ ചാനലൊന്ന് നോക്കി. ലോഗോയില് എന്താണ്, പേരപ്പായത്തിന്റെ മേരാണോ ലോഗോ? മണ്ണിന്റെ പേരപ്പത്തിന്റെ അല്ലാതെ നിങ്ങളുടെ ലോഗോ ഇടാം. ജാപ്പു ഗോൾഡ്, ഹായ് ബ്രോ, എന്തായി മോണിറ്റേഷൻ ആയിന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എനിക്ക് വിട്ടിട്ട് പോയത്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പ്രഖ്യാപിച്ച ആളെ പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരുന്നാൽ ഞാൻ കുറച്ച് ഡിലേ പോവും. ഞാൻ കമന്റ് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ചാനൽ ഒന്ന് നോക്കട്ടെ. ഇത് ആരുടെ ചാനൽ? ഒരു മിനിറ്റ്, എവിടെ പോയി അത്? സെലക്ട് ആയ ചാനൽ ഒന്ന് നോക്കട്ടെ.
ഓക്കെ, ചാനലിൽ തപ്പിയിട്ട് കാണുന്നില്ല. ഞാൻ ഈ ചാനൽ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ സബ്സ്ക്രൈബർ കംപ്ലീറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കോഡ് തരും കേട്ടോ. ഓൺലൈനിൽ ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഓൺലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വേറെ കോഡ് തരും കേട്ടോ. ഞാനിതിൽ തപ്പിയിട്ട് കാണുന്നില്ല ആ ചാനൽ. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫട്ടാഫട്ട് മെസ്സേജ് ഇടാം. ഓക്കെ, വിന്നർ ഓൾറെഡി ഇതാക്കിയിട്ടുള്ളത് ഗായ്സ് ഇൻ ലക്കി വ്ളോഗ്, ഗായ്സ് ആൻഡ് ലക്കി വ്ളോഗ്. ഗയാസ് ഗ്യാസ് ഗ്യാസാ ഗയാസ് ഗിയാന്ന് എന്തോ ഉണ്ട്. അത് ശരിക്കും എന്താന്ന്? ഗയ ലക്കി വ്ളോഗ് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് കമന്റ് ഇടാം. ഓക്കെ, ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് കമന്റ് ഇടാം. ഓക്കെ ഓക്കെ, ഡൺ ഡൺ ഡൺ. നിങ്ങളുടെ ചാനലാണ്. ഓക്കെ ഓക്കെ, ഡൺ ഡൺ. ഞാൻ ഇതിൽ മേലെ തപ്പിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. രാവിലെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് കയറിക്കോളൂ കേട്ടോ. സബ്സ്ക്രൈബർ എത്രയുണ്ട് നോക്കട്ടെ ആദ്യം. അതിന് ശേഷം ഈ ഇട്ട കമന്റ് ഒന്ന് വായിച്ചിട്ട് നോക്കട്ടെ. 517 സബ്സ്ക്രൈബർ ഉള്ളൂ, 511 സബ്സ്ക്രൈബർ ഉള്ളൂ. ചാനലിന് കുഴപ്പമില്ല, നല്ല ചാനലാണ്. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടോ ഇല്ലേ? കുറെ കോപ്പിറൈറ്റ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അതിൽ ഓൾറെഡി നിങ്ങൾക്ക് 50 സബ്സ്ക്രൈബർ കയറില്ല എന്നുണ്ടെങ്കിൽ സംശയങ്ങൾ വേണമെങ്കിൽ ചോദിക്കട്ടോ. അപ്പൊ ആർക്കെങ്കിലും പോണ്ടേണ്ടവര് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാ. അല്ലാത്തവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിൽക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് കുറെ ഇട്ടിട്ടുണ്ട്, അതൊന്ന് വായിച്ചിട്ട് ഒന്നും കൂടി വരാം എപ്പോ ഇത് ചെയ്തതിന് ശേഷം. ഓക്കെ, എന്താ പലരുടെ ചാനൽ കീഴിൽ, അത് ഓൾറെഡി വായിച്ചു. മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ബ്രോക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ശരിയായി അതിന്റെ മറുപടി പറഞ്ഞില്ല. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ മാത്രമേ കാണുന്നുള്ളൂ, യൂട്യൂബിൽ കാണുന്നില്ല. യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല, കുറെ ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ ബ്രോ പോയിന്ന് തോന്നുന്നു. ആര്? ജാപ്പു ഓൾറെഡി. പിന്നെ ഇത് രാജീവ് വേൾഡ് പോയോ? രാജീവ് വേൾഡ് പോയാൽ എങ്ങനെ? ഞാൻ ഇത്ര സമയം പറഞ്ഞത് വെറുതെ ഇപ്പൊ അല്ല. ഭാഗ്യം ആർക്കാണെന്ന് നോക്കാം, അത് ഓൾറെഡി വായിച്ച്. എൻ്റെ വീഡിയോയിൽ അതിൽ സന്തോഷം. എൻ്റെ വീഡിയോ സർ പൊക്കി പറഞ്ഞത് അല്ല, സത്യം. ഓക്കെ ഓക്കെ, താങ്ക് യു. അതും വായിച്ചു. പിന്നെ എന്താണ്? പയമുകർക്ക് എത്രയെന്നാ? പയമ്പു ക്രിക്ക മനസ്സിലായില്ല അതെന്തെന്ന്. പയമ്പുർക്ക് എത്രയെന്ന് വെച്ചത് മനസ്സിലായില്ല എനിക്ക്. ഓക്കെ, എന്താണ് അത്? ഒന്നും കൂടി മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടൈപ്പ് ചെയ്യാം. എന്താന്ന് കറക്റ്റായിട്ട് ഒന്ന് സ്പെല്ലിംഗ് എന്തോ തെറ്റിപ്പോയതാണോ എന്തെന്ന് മനസ്സിലായില്ല എനിക്ക്. പയമ്പൂർക്ക് കുറെ പ്രാവശ്യം വായിച്ചാലും മനസ്സിലാവുന്നില്ല. ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ്, താങ്ക് യു. അനൂസ്. ഓക്കെ, അതിനുശേഷം ഹാപ്പി ലൈഫ് എന്ന് പറയുന്നുണ്ട്. ഹാപ്പി ലൈഫ്, താങ്ക് യു. വാച്ചിങ് പിന്നെയാണ് വായിച്ചത് പിന്നെയും വായിക്കുന്നത്. അത് ഓൾറെഡി ഇവിടെ ടോപ്പിൽ കുറെ മെസ്സേജ്. കിരീടം എന്താണ്? പറഞ്ഞുതരാട്ടാ, പറഞ്ഞുതരാം. നിങ്ങളെ ചാനൽ വിൽക്കുമോ? ചാനൽ വിൽക്കുന്നോന്നാ? എൻ്റെ ചാനൽ വിൽക്കാലോ. ഞാൻ വേറെ ചാനൽ തുടങ്ങാലോ, കുഴപ്പമില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾറെഡി മോണിറ്റേഷൻ ആയ ചാനലുണ്ട്, അത് വേണമെങ്കിൽ അത് തരാലോ, കുഴപ്പമില്ല. പൈസ എന്നാ മതി. ജാപ്പു ഓക്കെ. സ്ക്രിപ്റ്റ് കോഡ് ആണോന്നാ? സ്ക്രിപ്റ്റ് കോഡാ? അതെന്ത് മനസ്സിലായില്ലല്ലോ. സ്ക്രിപ്റ്റ് കോഡാണോന്നാ? അതെന്താന്ന് മനസ്സിലായില്ലല്ലോ. സ്ക്രിപ്റ്റ് കോഡാണോന്ന് വെച്ചാല് സ്ക്രിപ്റ്റഡ് ആണോന്നാ? അതെന്താന്ന് മനസ്സിലായില്ല. ചാനല് കോഡ് തരുന്നത് ഞാനാണ്, സെലക്ട് ചെയ്യുന്നത് AI ഉപയോഗിച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാൻ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുന്നതല്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയുള്ള ചാനലുണ്ട്, ഞാൻ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ AI ഉപയോഗിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ആരാണോ സെലക്ട് ചെയ്തിട്ട് തരുന്നത് അവരെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ലിങ്ക് ഇടൂ എന്ന് പറയുന്നത് എന്തിന്റെ ലിങ്കാണ്? ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കാണോ? എന്താണ് ഈ ലോഗോ? പ്രൊഫൈലാണോ?
നിങ്ങളല്ല കേട്ടോ, നിങ്ങളുടെ ഹാപ്പി ലൈഫ് അല്ല പറഞ്ഞത്. എന്താണ് ഈ ലോഗോ? അത് പ്രൊഫൈല് ലോഗോ എന്ന് പറഞ്ഞത് പ്രൊഫൈലാണ്. ഹായ്, ആരാ? അനൂസ് ഫാമിലി വ്ളോഗിനോടാണ് പറഞ്ഞത് കേട്ടാ. പിന്നെ ഇത് ഇപ്പോ രണ്ടാമത് മെസ്സേജ് അയച്ചാണ് നിദൂസ്. കുറെ സമയം കഴിഞ്ഞിട്ടാണ് കോഡ് അയച്ചത്. അത് തെറ്റി, എല്ലാം കഴിഞ്ഞു. ഒരു പഴംപൊരി കിട്ടുമോ? അയ്യോ, പഴംപൊരി കിട്ടുമോന്നാ ചോദിച്ചാ. പഴംപൊരി ഓൾറെഡി വീഡിയോയിലുള്ളതായിരുന്നു, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ല ബ്രോ, ഞാൻ കുറച്ചു ഡേ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു. ഓക്കെ, താങ്ക് യു ജാപ്പു, വന്നതിൽ സന്തോഷം. കണ്ടപ്പോൾ കയറി വന്നല്ലോ. ഓക്കെ, ഞാൻ വീഡിയോ കാണാറുണ്ട്, ഞാൻ വീഡിയോക്ക് ലൈക്ക് അടിക്കാറുണ്ട്. പക്ഷേ യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ ചില സമയത്ത് വരുന്നില്ല. ലൈവെല്ലാം ഞാൻ കാണാറുണ്ട്, ലൈവെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ലൈവ് പിന്നെ ഒന്നുണ്ട് കേട്ടോ, നിങ്ങൾ അതേ വീഡിയോ പിന്നെയും ലൈവിലിടരുത്. റീയൂസ്ഡ് കണ്ടന്റ് വരും, മോണിറ്റേഷൻ കിട്ടത്തില്ല. അപ്പൊ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയി ഞാൻ കേട്ടാ. ഞാൻ കണ്ട് 2-3 പ്രാവശ്യം അങ്ങനെ ഇടുന്നത്. പിന്നെ പറഞ്ഞിട്ട് വായിച്ചോളൂ, വിന്നറെ പറഞ്ഞിട്ട് വായിച്ചോളൂ. ഓക്കെ. പിന്നെ വിന്നറെ പറഞ്ഞിട്ട് വായിച്ചോളൂ എന്ന് പറഞ്ഞ് വായിച്ച്. ഹായ് കിരീടം 3, കിരീടം 1. ഓക്കെ, താങ്ക് യു. കിരീടം 1, കിരീടം 3. വേറെന്താണ് പറഞ്ഞത്? ഗംഡ് നൈറ്റാ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അത് ഗംഡ് നൈറ്റ് ആയിപ്പോയിന്, സോറി. താങ്ക് യു. താങ്ക്സ് ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ ശുഭരാത്രി അഷ്റഫ് ബായ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. വെൽക്കം അഷ്റഫ്. ഇത് യൂസഫ് ഖാൻ പോയിന്ന് തോന്നുന്നു. കമന്റ് ലാസ്റ്റ് വായിച്ചിട്ടുണ്ട് കേട്ടാ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. യൂസുഫ് ഖാന്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കാണാത്തവരാണെങ്കിൽ. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഗുഡ് നൈറ്റ് ജറസ് ബോയ്. ഓക്കെ. ഞാൻ ഓൾറെഡി എല്ലാ ലൈവിലും എത്തുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഈ ലൈവ് വന്നിട്ട് സബ് ഒന്നും കിട്ടുന്നില്ല, ചാനൽ തമിഴ് ആയതുകൊണ്ട്. ഇത് ഓൾറെഡി പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഇടുകയാണല്ലോ. മൈ ഡ്രീംസ് ഓൾറെഡി നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനൊന്നും ഇല്ല. ഓക്കെ, ആദ്യം വരുന്ന ആൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന പരാതി ഓൾറെഡി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫുള്ളായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടും. നിങ്ങൾ ലൈവിൽ വന്നിട്ട് ലാസ്റ്റ് കോഡ് ഇടുന്ന, നിങ്ങൾ അതിനായിട്ട് മുമ്പ് പോയാലും കുഴപ്പമില്ല. കോഡ് ഇടുന്ന സമയത്ത് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് കോഡ് ഇടുന്ന സമയത്ത് വന്നാലും മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോഡ് ടൈപ്പ് ചെയ്യുക. അല്ലാതെ എൻ്റെ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്, ഞാൻ ആരെടുത്തുനിന്ന് പൈസ മേടിച്ചിട്ട് കൊടുക്കുന്നതല്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നിട്ട് കോഡ് ടൈപ്പ് ചെയ്യാം, ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടും. അല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ മാത്രം ഒരാളെ സെലക്ട് ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ ചാനൽ തമിഴ് ചാനൽ ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എനിക്ക് തമിഴാരോട് ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് തമിഴന്മാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. എൻ്റെ കസ്റ്റമർ മൊത്തം തമിഴാണ്. അങ്ങനത്തെ ഒരു ഇത് നിങ്ങൾ വിചാരിക്കരുത്. അത് നിങ്ങളെ മൈൻഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പറയരുത്. ഓക്കെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ജെന്യുവിനായിട്ട് ചെയ്യാണ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. ഞാൻ അറിയുന്ന സഹായം ഞാൻ പറഞ്ഞുതരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കമന്റ് ഇടരുതൊക്കെ. അതുകൊണ്ട് മാത്രം നിങ്ങൾ കുറേ പ്രാവശ്യം 2-3 പ്രാവശ്യമായി ഞാൻ കമന്റ് വായിക്കുന്നത്, ഇതേ സെയിം കമന്റ്. അങ്ങനെ ഒരിക്കലും ഇടരുത് കേട്ടോ, അത് മോശമാണ്. ലിങ്ക് ഇല്ലേ വേഗം? എന്ത് ലിങ്കാണ്? ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കാണോ? ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഓൾറെഡി ഞാൻ അയച്ചല്ലോ. ഒന്നും കൂടി വേണമെങ്കിൽ അയക്കാം, ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ. ഒന്നും കൂടി അയച്ചിട്ടുണ്ട്. ആർക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ആരാണ് ഇത് ലേറ്റായി ഇതിരുന്ന കോഡ് ടൈപ്പ് ചെയ്യുന്നത്? ഗുഡ് നൈറ്റ് ബ്രോ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. എൻ്റെ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗ്. ഓക്കെ, താങ്ക് യു. അവരെല്ലാം ലൈവിലും വരികയാണ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ലൈവിൽ വരുന്ന ആളാണ് കേട്ടോ. ആര്? മൈ ഡ്രീംസ് എല്ലാവരും ലൈവിൽ വരുന്ന ആളാണ്. എല്ലാവരും ഇതുവരെ മുന്നേ ലൈവിൽ വരുന്നവരാ. അവർക്കൊന്നും എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഏതോ കുറച്ച് ചാനലിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ ഇതിൽ കിട്ടാത്തവർ കുറേ ആൾക്കാരുണ്ട്. ആരാന്നിത്? വെല്ലൂസ് ബ്ലോഗ്. അവരൊന്നും ഈ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ആരും ഇത് പറയുന്നില്ല. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആരും വിഷമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചാനൽ 3 ലക്ഷം വ്യൂസ് ആയി. 3 ലക്ഷം വ്യൂസ് ആയി. ഏത് വീഡിയോക്കാണ്?
ഞാൻ നോക്കട്ടെ, ഇൻഷാല്ല ഞാൻ നോക്കാട്ടാ ഉസ്താദ്. ഓൾറെഡി ഉണ്ടല്ലോ, എൻ്റെ അടുത്തുണ്ട് ചാനൽ നിങ്ങളെ. ഞാൻ നോക്കിയിട്ട് പറയാട്ടാ, നോക്കിയിട്ട് നോക്കാം. ഏതോ ഒരു വീഡിയോ വൈറലായെന്നും തോന്നുന്നു. നല്ല കാര്യം, താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു, താങ്ക് യു. ഗുഡ് നൈറ്റ് ബ്രോ എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ ഓൾറെഡി വായിച്ചേട്ടാ നിങ്ങളുടെ മാനൊരു അലോ എന്ന് പറഞ്ഞത്. വായിച്ചു. വേറെ ആർക്കെങ്കിലും ലാസ്റ്റ് വീഡിയോ അതെയാ, ലാസ്റ്റ് വീഡിയോക്ക് 3 ലക്ഷം കിട്ടിയാ? നോക്കട്ടെ ജസ്റ്റ് ഒന്ന്. എന്നാ ഭാഗ്യ. ആ തംബ്നെയിൽ നല്ല ഉഷാറായിന്ന് പറഞ്ഞ ആ വീഡിയോസ് ആണോ? ജസ്റ്റ് നോക്കാട്ടാ. ആർക്കെങ്കിലും പോകുന്നവർ പോയിക്കോളാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയാൽ മതി. ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്ക് അടിക്കണേ. ചാനൽ ഓൾറെഡി ഉണ്ട് കേട്ടാ. മാഷാ അല്ലാ, 3 ലക്ഷം സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് കേട്ടാ. അല്ല, 3 ലക്ഷം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ തംബ്നെയിൽ ഞാൻ ഓൾറെഡി ഉസ്താദ് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു. തംബ്നെയിൽ ഞാൻ ആ തംബ്നെയിൽ കണ്ടപ്പോ തന്നെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആ തംബ്നെയിൽ റിപ്പീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. തംബ്നെയിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സംഭവിച്ച് 3 ദിവസം കൊണ്ട് 3 ലക്ഷം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയി. വ്യൂസ് നേടിയെടുത്തു. നല്ല വാച്ചിങ് ഹവേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. എത്ര വാച്ചിങ് ഹവേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു മാക്സിമം ഒരു 1500-2000 വാച്ചിങ് ഹവേഴ്സ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ആ വീഡിയോക്ക് ഉണ്ട്. വീഡിയോക്ക് എന്നല്ല, ഈ 3 ലക്ഷം വ്യൂസിനുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അങ്ങനത്തെ തംബ്നെയിൽ യൂസ് ആക്കണം. ഓക്കെ, സോറി ബൈ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ഷമ ചോദിച്ചതിന് ഞാനും സോറി പറയുന്നു, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ. അടിപൊളി തംബ്നെയിൽ എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു ഉസ്താദിന്റെ അടുത്ത്. അതേപോലെ കറക്റ്റ് ആയിട്ടുണ്ട്. അതേന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അതിനുശേഷം വേറെ കമന്റ് ഒന്നും വന്നിട്ടില്ല. അത് ഓൾറെഡി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉസ്താദിന്റെ ചാനലിൽ കയറിയിട്ട് നോക്കാട്ടാ. ഒറ്റ വീഡിയോയില് 15K കിട്ടി. 15K വ്യൂസാ, 15K വാച്ചിങ് ഹവേഴ്സ്. 15 അതെ, 1500 വാച്ചിങ് ഹവേഴ്സ്. 2000-ന്റെ ഉള്ളില് ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിന്. അത്ര 3 ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 2000 വ്യൂസ് കയറും ഉസ്താദ. ഒരു പൊടി മേടിക്കണ്ട. ഓക്കെ, 2000 വാച്ചിങ് ഹവേഴ്സ് 2000 എന്തായാലും കയറും. ഇപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഇത്ര ദിവസത്തെ മാത്രമല്ല, ഇപ്പൊ ഓൾറെഡി റീച്ചിലേക്കും റെക്കമെൻഡേഷനിലെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് സബ്സ്ക്രൈബറും കൂടിയിട്ടില്ലേ? സബ്സ്ക്രൈബർ എത്ര വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോക്ക് സബ്സ്ക്രൈബർ ഓൾറെഡി കൂടണല്ലോ. 3 ലക്ഷം വ്യൂസ് കിട്ടിയാൽ എന്തായാലും സബ്സ്ക്രൈബർ കൂടും. സബ്സ്ക്രൈബർ എത്ര കൂടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ലൈവ് കട്ട് ചെയ്യായിരുന്നു. ഉസ്താദ് കമന്റ് ഇടുന്നുണ്ടോ പോയോ എന്നറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇന്ന് ഇത് കിട്ടിയ 15 ഒക്കെ അതേന്ന് പറഞ്ഞ് അതിനുശേഷം കമന്റ് വരുന്നില്ല, പോയിന്ന് തോന്നുന്നു. 2.3K സബ്സ്ക്രൈബർ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ ബ്രോ, നെക്സ്റ്റ് ലൈവ് വരാം. ഓക്കെ, ഗുഡ് നൈറ്റ് മൈ ഡ്രീംസ്. ഗുഡ് നൈറ്റ്. ഉസ്താദിന്റെ ഇത് കണ്ട, ഇത് നിങ്ങൾ കാണണം കേട്ടാ. വെറും 15 വീഡിയോ ഇട്ടിട്ട് മോണിറ്റേഷൻ ചെയ്തില്ല. മോണിറ്റേഷൻ കിട്ടാനുള്ള ഇതായിട്ടുണ്ട്. ഒറ്റ വീഡിയോ ക്ലിക്കായി. ഒറ്റൊരു വീഡിയോ ഇട്ടിട്ട് ഉസ്താദിന് 3 ലക്ഷം വ്യൂസ്. ബാക്കിയെല്ലാ വീഡിയോക്ക് വ്യൂസ് ഇല്ല, 500-160 വ്യൂസേ ഉള്ളൂ. പക്ഷെ ഒറ്റൊരു വീഡിയോ തംബ്നെയിൽ ഇട്ടിട്ട് ഉസ്താദ് 3 ലക്ഷം വ്യൂസും 1500 വാച്ചിങ് ഹവേഴ്സും കംപ്ലീറ്റ് ചെയ്ത്. എല്ലാവരും ഒന്ന് പോയിട്ട് ചാനൽ നോക്കാം, വീഡിയോ കാണാം. ഓക്കെ, വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉസ്താദിന് നാളെ തന്നെ മോണിറ്റേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾക്കും കൂടി ഒരു മോട്ടിവേഷൻ ആണ്. ഓൾറെഡി ഞാൻ ഓൾറെഡി ഇതിന്റെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാട്ടാ. അപ്പൊ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഉസ്താദിന്റെ കമന്റ് വരുന്നില്ല, ഉസ്താദ് പോയി തോന്നുന്നു.